നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണിത്. നമ്മൾ ചിലപ്പോഴൊക്കെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെപ്പറ്റി പറയാറുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന ആക്ച്വലി അത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ യോഹന്നാൻ 17 കർത്താവിൻ്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ അൺടു ദ ഫാദർ, പിതാവിനോടുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നൊരു പദം മഹത്വപ്പെടുത്തുക. പിതാവേ, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ലോകാരംഭത്തിനു മുമ്പ് നിൻ്റെ അടുക്കൽ എനിക്ക് മഹത്വം ഉണ്ടായിരുന്നു, അതിലേക്ക് എന്നെ ചേർക്കണേ. നമ്മളും വളരെ ഉപയോഗിക്കുന്നൊരു പദമാണ് മഹത്വം. വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നതും എന്നാൽ അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതുമായൊരു പദമാണ് ഈ മഹത്വം. ദൈവത്തിന് എന്തിനാണ് നമ്മൾ മഹത്വം അർപ്പിക്കുന്നത്? സത്യത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നമ്മയൊക്കെ നിയമിച്ചാക്കി, ചരാചരങ്ങളെയൊക്കെ നമുക്ക് അനുഗുണമായി തന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കണം എന്നുള്ളതൊരു ന്യായം. ആ ന്യായം പറയുമ്പോൾ തന്നെ അതിലൊരു അന്യായമുണ്ട്. കാരണം എനിക്കിതിനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചില്ല. ദൈവത്തിന് ഇതിനെല്ലാം കഴിയും, അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ കഴിവിനെയാണോ നമ്മൾ മഹത്വം എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ ഈ പദം, ഈ പ്രയോഗം നമ്മൾ എന്തിനുപയോഗിച്ചതാണ്? ഏത് കാര്യത്തിന് പറഞ്ഞതാണ്? ആരാധനയോട് ബന്ധപ്പെട്ട് പറയുന്ന ഇത്തരം പദങ്ങളുടെ ശക്തി എന്താണ്? ആ പദം വാസ്തവത്തിൽ ഒരു പുകഴ്ത്തിപ്പറയലാണോ? രാജാക്കന്മാരെ കണ്ട് വണങ്ങിക്കൊണ്ട് ആളുകൾ ആദരപുരസ്സരം പ്രകീർത്തിക്കാറുണ്ട്. നമ്മളതിന് പറയാറുണ്ട് മുഖസ്തുതി എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ശ്രേഷ്ഠരായ ഏതെങ്കിലും മനുഷ്യരെ നമ്മൾ മുഖത്ത് നോക്കി പുകഴ്ത്താറുണ്ട് ചിലപ്പോൾ. ഇത് തന്നെയാണോ ആരാധന? ആ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. ചിലരൽപ്പം കൂട്ടിപ്പറയും, പക്ഷേ ദൈവത്തോടുള്ള ആരാധന അതാണോ? ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അതാണോ? മറ്റൊരർത്ഥത്തിലെടുത്താൽ, കുറേ കൂടി ആഴത്തിൽ പരതിയാൽ, ഈ ആരാധനയിൽ അല്ലെങ്കിൽ ഈ ശബ്ദത്തിൽ ചില അപാകതകളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്തെന്നാൽ രാജാവിനെ കണ്ട് പുകഴ്ത്തി, ആ പുകഴ്ത്തൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഉദാഹരണം ഹെരോദാവിൻ്റെ ശബ്ദം കേട്ടിട്ടൊരു ദൂതൻ്റെ ശബ്ദമെന്ന് ജനം പറഞ്ഞു, അതിൽ വിട്ടു. അപ്പോൾ ദൂതൻ അവനെ അടിച്ചു. ദൈവത്തിൻ്റെ ശബ്ദമാണിത്, ഇവൻ ലിവിങ് ഗോഡാണെന്നൊക്കെ പറയാൻ തുടങ്ങി. ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി തീർന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, അനർഹർക്ക് മഹത്വം കൊടുക്കുന്നതൊക്കെ അടി കിട്ടാൻ ഹേതുവാകും. അനർഹരായ ആർക്കും മഹത്വം കൊടുക്കാൻ പാടില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ക്രൈസ്തവരായ ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഭരണകൂടത്തെ ബഹുമാനിക്കുന്നു, നവോത്ഥാന നായകന്മാരെ ആദരിക്കുന്നു, മഹാത്മജി അടക്കമുള്ള ദേശീയ നേതാക്കളെ, ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വരവണ്ണം മാറാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളെ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, ഒരാൾ മാത്രം. അതുകൊണ്ട് ആ വേർതിരിവ് തിരിച്ചറിഞ്ഞ് സാധാരണ മനുഷ്യർക്കോ ആദരവർഹിക്കുന്നവർക്കോ കൊടുക്കുന്ന ശബ്ദത്തിനപ്പുറത്ത് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന വേറിട്ട
ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ആ സ്തുതിവചനത്തിൻ്റെ പേരാണ് മഹത്വം. ആ മഹത്വത്തിന് കാരണവും പറയുന്നുണ്ട്. ലോകാരംഭത്തിനു മുമ്പ് പിതാവേ ഞാൻ അങ്ങേക്കൊപ്പമായിരുന്നു. അങ്ങേക്കൊപ്പമുള്ള അവസ്ഥ വിട്ട് ഞാനിന്ന് മനുഷ്യനായി. എന്നിട്ട് മനുഷ്യനായപ്പോഴെന്താ സംഭവിച്ചേ? മഹത്വം കുറയുമോ? മഹത്വം കൂടുമോ? ഇത്യാദി ചില വിഷയങ്ങളിലൂടെ നമുക്ക് വേഗത്തിൽ നിന്ന് പോകണം. സന്തോഷമല്ലേ? അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആരെയും കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരാളല്ല. സ്തുതി സ്തോത്രമൊന്നും ഞാനായിട്ട് ആരെയും കൊണ്ടും പറയിപ്പിക്കില്ലെന്ന് മാത്രമല്ല, അതിനുതകുന്ന ഒരു സൗണ്ട് നിങ്ങൾ ആരാധിക്കുന്നത് കണ്ടാൽ കൃത്രിമമായി സ്വരമൊക്കെ അല്പം മാറ്റി നമുക്ക് ആരാധിക്കാം ഇങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നൊരു തെറ്റൊന്നുമല്ല. എൻ്റെ ഒരു ഉൾക്കാഴ്ച പറഞ്ഞതാണ്. കാരണം ആരാധന വരേണ്ടത് അന്തർഭാഗത്തു നിന്നാണ്. സത്യം വരേണ്ടത് അവിടുന്നാണ്. നീതി വരേണ്ടത് അവിടുന്നാണ്. അവിടുന്ന് വരാത്തതൊന്നും ആരാധനയല്ല. ഉദാഹരണം, ചില ആളുകളെ കണ്ടാൽ നമുക്ക് മാനിച്ചില്ലെങ്കിലും മാനിച്ചേ പറ്റൂ. അങ്ങനെ ചില ഔദ്യോഗിക സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ചില ആളുകളെ നമുക്ക് സഹിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. രാജ്യ നിയമമാണ്. ഇഷ്ടമില്ലാത്തൊരു മേലുദ്യോഗസ്ഥനെ കണ്ട് കീഴുദ്യോഗസ്ഥന് സല്യൂട്ട് അടിച്ചേ പറ്റൂ. പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, ദേ വരുന്നുണ്ട്. എക്സാമ്പിൾ, നമ്മളെ വണ്ടി തിരക്കിൽ അകപ്പെട്ടിങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെ 2 പോലീസുകാർ കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ആളുകളെല്ലാം വിടുക. അവരങ്ങ് ഇറിറ്റേറ്റഡാണ്. അവരുടെ കുഴപ്പമില്ല. അവരെ കൈ കാണിക്കേണ്ടത് ഞാനോട് ചിലപ്പോൾ ഇവരെ കൈ പറഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടുണ്ട്. കാരണം നമ്മളാ ഡ്രൈവ് ചെയ്യേണ്ട വേഗത കയ്യിലറിയാം. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു മന്ത്രി പുങ്കവൻ അതുവഴി വരുന്നത്, ഒരു സല്യൂട്ട്. ഉള്ളിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഈ മനുഷ്യനുണ്ടോ? പോയി കഴിയുമ്പോൾ എന്തു പറയും? രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഓടിയിറങ്ങി. അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി ഉണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. പോലീസ് പുറകെ പോയി. കാരണം ഇദ്ദേഹം അങ്ങനെയൊന്നും പോകാൻ പാടില്ല. അപകടം ഉണ്ടായ വലിയ വിഷയമാണ്. അപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു, ഈ ചെങ്ങാതി ഇതെന്തോ കാണിക്കുന്നു. അന്നേരം സസ്പെൻഷൻ വന്നു. എൻ്റെ കാരണം ഇയാളെ വാച്ച് ചെയ്യാൻ വേറെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വെച്ചിരിക്കുക. അത്രേ പറഞ്ഞുള്ളൂ. അപ്പം മനസ്സിൽ തട്ടാതെ കൊടുക്കുന്ന സല്യൂട്ട് ഒരു ഗുണവും ഉൽപ്പാദിപ്പിക്കില്ല. നമുക്കിന്നിഷ്ടം ഉണർവ് എന്നൊന്ന് പ്രസിദ്ധം ചെയ്തിട്ട് ഇങ്ങനെ കുറേ ബഹളമൊക്കെ കേൾക്കുന്ന ഒരു സന്തോഷമാണ്. ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നവരായി. ഞങ്ങൾ എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്. ഞാനെനിക്ക് ഈ വർഷം പാടാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ 2-3 പേരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പാടിയാൽ മതി. പ്രസംഗിക്കാൻ ആളുകളുണ്ടല്ലോ, നിങ്ങൾ പാടിയാൽ മതി. ആ സമയം കൂടെ ഒരു പാട്ടൊക്കെ പാടണം. ഇവരൊക്കെ നല്ല പാട്ടാണ്. പക്ഷേ ഇവർ ഈ കൂടെ പാട്ടുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ വരും. സംഗീതമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവരുടെ ജോലി എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ ആരാധിക്കുന്നുണ്ടോയെന്ന് നോക്കുക. ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പറയും, വലിയ വിടുതലുകൾ ഇന്ന് രാത്രിയുടെ നടക്കുകയാണ്. ചിലരുടെ ട്യൂമർ മാറുന്നതായിട്ട് ദൈവം ഇപ്പം എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രത്യേക ഒരു പകർച്ച, ഒരു ആത്മപകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില രോഗങ്ങളുടെ കെട്ട് ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പുതുതായി ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ഇതന്നെയാണ് വള്ളംകളിക്കാരനും പറയുന്നത്. പായ്പാടി ചുണ്ട ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ദേവറസിനെ പിന്തള്ളി ഒരു വള്ളപ്പാടകലെ കാണികളെ ത്രസിപ്പിച്ചുകൊണ്ട് ഇവൻ ജീവിതത്തിൽ വള്ളത്തിൽ കയറിയിട്ടില്ല. ഇവൻ ജീവിതത്തിൽ നയമ്പ് പിടിച്ച് തുഴഞ്ഞിട്ടില്ല. കമൻട്രി പറയാൻ എളുപ്പമാണ്. ഇതിനകത്താകാനാണ് പാട്. മറ്റവൻ തുഴഞ്ഞ് ആവേശം ജനിപ്പിക്കുമ്പോൾ ആവേശം നമ്മുടെ പക്കലേക്ക് കൊണ്ടുതരുന്നതല്ല ആരാധന. അതൊന്നുമല്ല മഹത്വം. ഇപ്പം നമുക്കൊന്ന് തിരിഞ്ഞ് നടക്കണം. ഞാൻ അതിലേക്കാണ് ഇനി വരിക.
ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിന് ഏതാണ്ട് 2000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. AD 52 കൂട്ടിയാൽ എന്തുമാകട്ടെ 1900-ലധികം വർഷങ്ങളുടെ പഴക്കം സഭയ്ക്കുണ്ട്. അങ്ങനെ രൂപപ്പെട്ട സഭകളിൽ ചിലത് സിസ്റ്റമാറ്റിക്കായി എഴുതി തയ്യാറാക്കിയ നിബന്ധനയുള്ള ആരാധനകളും രീതികളും സൃഷ്ടിച്ചു. ചിലരാകട്ടെ ആരാധനകൾക്ക് വേണ്ടി ചില വിശുദ്ധ ഭാഷകൾ സൃഷ്ടിച്ചു, വിശുദ്ധമെന്ന് കരുതുന്ന ഭാഷകൾ സൃഷ്ടിച്ചു. ചിലർ നിയതമായ ചട്ടക്കൂടിലൊക്കെ ആരാധിച്ച് ആണ്ടുകളേറെ പിന്നിട്ടപ്പോഴേക്കും സഭ വളരുകയായിരുന്നില്ല, ശുഷ്കമായി. പാരമ്പര്യത്തിൻ്റെ ചില വാറോലകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന അനുഭവത്തിലേക്ക് സഭ ചുരുങ്ങി. ഈ അവസ്ഥയ്ക്കൊരു നേരിയ മാറ്റം വന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന കൂടെ ഈ രാജ്യത്തോട് സുവിശേഷം പറയാൻ ചില മിഷണറിമാർ സംഘടിച്ചു. 1602 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ലണ്ടനിൽ. അവിടെയുള്ള സൊസൈറ്റി ആക്ട്, കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, ഗോദ്രജ് പോലെ ടാറ്റ പോലെ ഒരു കമ്പനി, ആ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചു. ബംഗാളിലൂടെ കടന്ന് ബംഗാളിനെ പിടിച്ചെടുത്ത് ക്രമേണ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ മേഖല ഒഴിച്ചുള്ള ഇടങ്ങളൊക്കെ പിടിച്ചു. ക്രമേണ സൗത്ത് ഇന്ത്യയിലും ആധിപത്യം ചെലുത്തി. ഇന്ത്യ മുഴുവൻ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും പാശ്ചാത്യർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഇവിടെ സുവിശേഷമൊന്നും അറിയിക്കേണ്ട, ബൈബിൾ പ്രസിദ്ധം ചെയ്യണ്ട, അതൊന്നും പഠിപ്പിക്കണ്ട. ചിലരതിനെ തെറ്റിദ്ധരിച്ചു. ബൈബിൾ പ്രചരിപ്പിക്കാൻ പാശ്ചാത്യരിവിടെ വന്നെന്നും അവർ ഇന്ത്യയിൽ 3 തരം ബി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബൈബിള്, ബയണറ്റ്, ബ്രാൻഡി. ഇതാ സായിപ്പ് കൊണ്ടുവന്നതാണ്. തെറ്റിദ്ധാരണയാണ്. സായിപ്പ് ബൈബിളൊക്കെ കൊണ്ടുവന്നു, അവനതും കൊണ്ട് അവൻ്റെ ആ പള്ളിക്കുള്ളിലിരുന്നു, നമുക്കത് തന്നില്ല. മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒറ്റ മിഷണറിക്കും വിസ നൽകരുത് എന്ന് കർശനം പറഞ്ഞു. മിഷണറിമാർക്ക് വിസയില്ലായിരുന്നു. ആധുനിക മിഷൻ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുള്ള അതിൻ്റെ പിതാവെന്ന് വിളിക്കുന്ന വില്യം ഗേരിയുടെ വിസ തടഞ്ഞിട്ട് അദ്ദേഹം 3 മാസം കപ്പലിൽ അലഞ്ഞു, വിസയില്ല. ഒടുക്കം ഡച്ചുകാരുടെ ഒരു കോളനി ഇന്ത്യയിലുണ്ട്, അവിടെ വന്നിറങ്ങിയാണ് വില്യം ഗേരി ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ അവസരം ഒരുങ്ങുന്നത്. പക്ഷെ മറ്റൊന്നുണ്ടായി. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പള്ളികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇവിടേക്ക് ചില ചാപ്ലൈന്മാരെ കൊണ്ടുവരേണ്ടി വന്നു. അവർ ക്രമേണ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരാണ് പണ്ട് നൂറ്റാണ്ടുകളായി ഇവിടെ ഉറങ്ങിക്കിടന്ന സഭയിൽ ഒരു ചെറിയ ഉണർവ് ഉൽപ്പാദിപ്പിച്ചത് അവരാണ്. അതും ചെറിയ ഉണർവാണ്, വളരെ ചെറിയ ഉണർവ്. അതെന്ത്? സഭ പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഏറ്റവും തെറ്റായ ചില വഴികളിലാണ്. ക്രൈസ്തവ സഭ എന്ന പേരുണ്ട്. മന്ത്രവാദമുണ്ടായിരുന്നു സഭയിൽ. കോഴികളുടെ തലകെറുത്ത് ഗുരുതി നടത്തുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു പുരോഹിതൻ്റെ പേര് തന്നെ കടമറ്റം എന്ന പേരിൽ അറിയുന്നത്. മന്ത്രവാദ ക്ഷുദ്രക്രിയകളൊക്കെ നടത്തുന്ന, ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന ഇടപാടുകൾ പള്ളിയിലുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ എന്ന പേരിൽ ഒരു ദിവസം വേർതിരിച്ച് ആരാധിക്കും. ആരാധിക്കുന്ന വേളയിൽ ആ പള്ളിയിലെ വഴിപാട് വസ്തു എന്താണെന്നറിയണ്ടേ? 1-ാം തരം ചാരായം വ്യഞ്ചരിച്ച് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കും. മദ്യത്തിനെതിരെ ഏറ്റവും കർശനമായി നിലപാടെടുത്തൊരു സമൂഹമാണ് ക്രൈസ്തവർ. മദ്യപാനത്തെക്കുറിച്ച് ഏറ്റവും വിമർശനം നടത്തിയ ആളാ പൗലോസ്. തിരുനാളിൻ്റെ ആഘോഷത്തിനന്ന് സർക്കാരിൻ്റെ അടുത്തുനിന്ന് പ്രത്യേക അനുമതി വാങ്ങി, വാറ്റാൻ അനുമതി വാങ്ങിക്കൊണ്ട് അന്നത്തെ ഭരണകൂടം ആ ഒരാഴ്ച അനുമതി കൊടുക്കും വാറ്റാൻ. ഇങ്ങനെ ലൈസൻസ് കൊടുത്ത് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അങ്ങനെ കിടക്കുന്ന ആ കിടപ്പിൻ്റെ പേരായി ഇരുട്ട്.
ബൈബിളുണ്ട്, ആരാധനയുണ്ട്, മാമാങ്കങ്ങളും കെങ്കേമമായി നടക്കുന്ന ഇതര പ്രകടനങ്ങളുമുണ്ട്. പക്ഷെ സത്യ വെളിച്ചമില്ല. ആ വെളിച്ചരാഹിത്യത്തിനെതിരെയാണ് ഈ രാജ്യത്തിലേക്ക് ആംഗ്ലിക്കൻ മിഷണറിമാർ വന്ന് സുശക്തമായൊരു പ്രവർത്തനം നടത്തുക. ആ പ്രവർത്തനത്തിൽ അവർ നടത്തിയ രീതികൾക്ക് ഇന്നത്തെ ലോകം ഒരു പേരിട്ട് വിളിച്ചു, മതപരിവർത്തനം. നമ്മളെ ഇന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട്, മതപരിവർത്തന ലോബി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊരു മതമല്ലെന്ന് നമുക്കറിയാം, പക്ഷേ സാങ്കേതികമായിട്ടത് സമ്മതിച്ചേ പറ്റൂ. മതമാണ്. അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ റിലീജിയൻ എന്ന കോളത്തിൽ മതമില്ലെന്നൊന്ന് എഴുതി നോക്കി, കളിയങ്ങ് മാറും. മതം എന്ന് വേണേൽ വിളിച്ചോട്ടെ, ഇത് മതമൊന്നുമല്ല. റോമൻ ഗവൺമെൻറ് തന്നെ സമ്മതിച്ച ഇത് മതമല്ലെന്ന് പണ്ട് ഇത് ആരംഭിച്ച ഘട്ടത്തിൽ. അതുകൊണ്ട് ഇത് പ്രസംഗിക്കരുതെന്നും പറഞ്ഞു. കാരണം വിഗ്രഹമില്ല, വിശേഷ ദിവസങ്ങളില്ല, പൂജാതി കർമ്മങ്ങളില്ല, പുരോഹിത സെക്ഷനില്ല, ശവകുടീരങ്ങളിൽ ഒട്ടപ്പെട്ട സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അസംഘടിതരായ ഈ കൂട്ടങ്ങളെ കണ്ട് ഭരണകൂടം തെറ്റിദ്ധരിച്ചു. നമ്മുടെ തിരുമേശയുടെ ആചരണമൊക്കെ കണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഈ പ്രസ്താവനയൊക്കെ കേട്ട് ക്രിസ്ത്യൻസ് ആർ മാനിറ്റേഴ്സ്, ക്രൈസ്തവർ നരഭോജികളാണെന്ന കുറ്റം ചുമത്തി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു അന്ന്. ഈ പരിസ്ഥിതിയിൽ നിന്നൊക്കെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രക്രിയക്കൊരു പേര് പറയും, മതപരിവർത്തനം. മതപരിവർത്തനം എന്ന് പറയുക മാത്രമല്ല, ഒന്ന് കൂട്ടിച്ചേർക്കും. ഇന്ത്യക്ക് മഹത്തരവും ശ്രേഷ്ഠവുമായൊരു പാരമ്പര്യം, ഉജ്ജ്വലങ്ങളായ ആശയങ്ങളുടെ ചിന്തകളുടെ ഒരാധാരമുള്ള ഈ നാട്, ആ നാട്ടിലേക്ക് ഈ ബൈബിൾ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കാർക്ക് ആചരിപ്പാൻ താല്പര്യമില്ലാത്ത ആചാരങ്ങളെ കൊടുത്തിട്ട് നമ്മുടെ പൗരാണിക ആചാരങ്ങളെ മാറ്റി. അത് മാറ്റാൻ വേണ്ടി കൊടുത്തെന്താണെന്നറിയണ്ടേ? പാൽപ്പൊടി. കേട്ടിട്ടുണ്ടോ? പാൽപ്പൊടി കൊടുത്താണ് ആളുകളെ മാറ്റിയത്. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയില്ല. ഷാരോൺ സഭയുടെ സ്ഥാപകൻ്റെ പേര് ജോൺ അയ്യാപിള്ള എന്നായിരുന്നു. തമിഴ് വംശജനായ ഹിന്ദു പശ്ചാത്തലമുള്ളൊരു ദൈവദാസൻ, ഭൂസ്വത്തിൻ്റെ ഉടമ, വലിയൊരു ധനാഢ്യൻ. ആ സ്വത്തെല്ലാം വിറ്റ് പണമാക്കി മാറ്റി കേരളത്തിലേക്ക് വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തനിക്കുള്ള സ്വത്തൊക്കെ സാധുക്കൾക്കും സഭാ നേതൃത്വത്തിനുമൊക്കെ കൊടുത്ത് ആ പ്രസ്ഥാനങ്ങളെ വളർത്തിയ ഈ മനുഷ്യൻ ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ മകൻ നമ്മളറിയുന്ന ഷാരോൺ തോമാച്ചായൻ. തോമാച്ചായൻ അക്കാലത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഡോക്ടറേറ്റുള്ള ആളാണ്, അല്ല തിയോളജിയിലൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള ഇവർക്ക് ആരാ പാൽപ്പൊടി കൊടുത്തേ? ചർച്ചകൂടിൻ്റെ സ്ഥാപകർ AR തങ്കയ്യ അതിശയം, ART അതിശയം, PV സാം സാറിൻ്റെ പിതാവ് ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് ആരാ പാൽപ്പൊടി കൊടുത്തേ? നമ്മുടെ ആദ്യകാല ലീഡേഴ്സിനൊക്കെ എടുക്കുക, വലിയ അനുഭവങ്ങളിൽ നിന്ന് അവർ യേശുവിനെ രക്ഷിതാവാശീകരിച്ചത്. അവരാർക്കും പാൽപ്പൊടി കൊടുക്കുകയൊന്നും ചെയ്തല്ല. എന്നാൽ പാൽപ്പൊടി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചുമ്മാ കള്ളമൊന്നും പറയുന്നതല്ല, അതിന് കാരണം പറയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു മതപരിവർത്തന വസ്തുതയുണ്ട്. അത് 1854 തൊട്ടടുത്ത പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലാണ് ആദ്യമായൊരു മതപരിവർത്തനം നടക്കുന്നത്. ശ്രദ്ധാർഹമായൊരു മതപരിവർത്തനം. ആ മതപരിവർത്തനം നടക്കാൻ കാരണം ജോൺ ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്നൊരു മിഷണറി അതുവഴി വരിക. ആ മിഷണറി ഇന്ന് മല്ലപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിക്ക് ഓപ്പോസിറ്റ് ആ താഴ്വരയിലൊരു കാഴ്ച കണ്ടു. വയലിൽ ഒരു മനുഷ്യൻ കന്നുകാലിയുടെ കൂടെ മുഖം വെച്ച് ഉഴുതുമറിക്കുന്നു. കൗതുകം നിറഞ്ഞ് ഈ കാഴ്ച കണ്ട് കുറേ നേരം അദ്ദേഹം ആ കാളവണ്ടിയിൽ ഇത് കണ്ടിരിക്കുക. ചുട്ടുപൊള്ളുന്ന വെയിലിൽ അദ്ദേഹം പെട്ടെന്ന് കരയ്ക്ക് കയറി. ഉടൻ ഒരു കാര്യസ്ഥൻ
ഒരു ചട്ടിയിൽ കഞ്ഞി നിറച്ചുകൊണ്ടുവന്നു. ഈ കഞ്ഞി കൊണ്ടുവരുമ്പോഴേക്ക് ഈ മനുഷ്യൻ വട്ടയില ഒടിച്ച് ഈ പാടവരമ്പത്തൊരു കുഴിയുണ്ടാക്കി അവിടെ വെച്ച് ഈ കഞ്ഞി വാങ്ങി കഴിക്കുക. ദൈന്യത നിറഞ്ഞ മുഖം, കുഴിഞ്ഞ കണ്ണുകൾ, ഒരു നിരാശബാധിതൻ്റെ ലക്ഷണം. ഹോക്സ്വർത്ത് അടുത്ത് എന്നിട്ട് ചോദിച്ചു, മലയാളം അറിയാം, എന്താ ചങ്ങാതി പേര്? അവൻ പേര് പറഞ്ഞു തെയ്യത്താൻ. ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. അതെങ്ങനെ ഉച്ചരിക്കുക? തെയ്യത്താൻ. ഞാനിടത്തത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അത് അയാളെ പരിഹസിച്ച് ദൈവത്താൻ എന്ന് വിളിക്കാനുള്ള മടി കൊണ്ട് തെയ്യത്താനാക്കിയതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല. കൊല്ലംകാരായ നിങ്ങൾക്ക് കുറേ കൂടെ അറിയാം. കാരണം അന്ന് ഏറ്റവും നന്നായി ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്ന രാജാവിൻ്റെ അംഗരക്ഷകരൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തിനു വളഞ്ഞു തിരിഞ്ഞ് പറയുന്നു? ചെമ്പകരാമൻ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം അറിയാമല്ലോ. ആ കുണ്ടറ വിളംബരത്തിൻ്റെ ഭാഷ നോക്കിയാൽ അവിടെ കാണാം, കോയിക്കലും പരിസരത്തുമുള്ള ഇടങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർ ആധിപത്യം ചെലുത്തുകയും തെങ്ങവരി, തലവരി മുതലായ അധിക നികുതികൾ കുടികളിൽ കെട്ടിവെപ്പിച്ചും ബ്രാഹ്മണ സ്ത്രീകളെ യഥേഷ്ട സംബന്ധം ചെയ്തും നമുക്കിതുവരെ നാം പാലിച്ചും ശീലിച്ചും പോരുന്ന പൗരുഷം നിറഞ്ഞ അടയാള ചിഹ്നങ്ങൾ നിരാകരിച്ചും നമ്മുടെ അന്തസ്സിന് ഇവർ വിലയിടാൻ ഇടയുണ്ടെന്നുള്ള തിരിച്ചറിവിനാൽ ഇവർ ഇന്ത്യ വിട്ടു പോകണം. ഭാഷ എങ്ങനെ? അതിൻ്റെ ഇടയ്ക്ക് ആരാ പോകണ്ടെന്നറിയണ്ടേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ വേലുത്തമ്പി ദളവയ്ക്ക് പറ്റുന്നില്ല, നാവ് വഴങ്ങുന്നില്ല, പറഞ്ഞാൽ തെറ്റിപ്പോവും. അല്പം കൂടെ കഴിഞ്ഞ് പുള്ളി അത് ഇംഗ്ലീഷ് കമ്പനി എന്നൊന്ന് പറയാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. പകരം അദ്ദേഹം പ്രയോഗിച്ച പദമാണ് ഇങ്കരിച്ച് കുമ്പഞ്ചി. ഇങ്കരിച്ച് കുമ്പഞ്ചി ഇന്ത്യ വിട്ടു പോകണം. ഇന്ത്യ എന്നൊന്നുമല്ല, തിരുവിതാംകൂർ വിട്ടു പോകണം. പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയും, ചരിത്രമൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഭാഷ പരിഷ്കരിക്കപ്പെട്ടതും ആധുനികതയിലേക്ക് മനുഷ്യൻ നടന്നു കയറിയതുമൊക്കെ ബൈബിള് സർവ്വസാധാരണമായതോടാണ്. ഇതാണ് വായനയെ ഇത്ര വേഗത്തിലാക്കി തീർത്തത്. ആ വസ്തുതയൊക്കെ ഞാൻ യഥോചിതം പറയാം. പിണക്കുണ്ടോ? ഞാനിതൊക്കെ പറയുന്ന ഒരാളാണെന്നറിഞ്ഞ് തന്നെ എന്നെ വിളിച്ചേ. അപ്പോഴേ അടുത്ത ചിന്തയിലേക്ക് കൊണ്ടുവന്ന് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞോളല്ല, അത് വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു 2-3 വണ്ടി പോലീസ് വന്നു. യോഗം കഴിഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? എന്നിട്ട് എങ്ങനെ പ്രസംഗിക്കണമെന്ന് ആ സാർ എന്നെ പഠിപ്പിച്ചു. സത്യം പറയാം, 6-7 കൊല്ലം നമ്മൾ സെമിനാറിലൊക്കെ പഠിച്ചെങ്കിലും സാറ് നല്ല അന്തസ്സായിട്ട് എന്നെ പഠിപ്പിച്ചു. ഞാൻ എല്ലാം കേട്ടിട്ട് പറഞ്ഞു, സാർ ഇത്രയും പഠിപ്പിച്ചല്ലോ, ഞാൻ കേട്ടു. ഇനി ഞാൻ സാറിനെ ഭരണഘടന പഠിപ്പിക്കാൻ പോവില്ലേ? അവിടെ നിൽക്ക്. ഒരു പാല വിട്ട് അങ്ങോട്ടേക്കൊന്നും വേണ്ടേ, പോകാൻ വരട്ടെ. അങ്ങനെ 2 സ്റ്റാർ വെച്ച ഒരു സബ് ഇൻസ്പെക്ടറും കുറേ പോലീസുകാരുണ്ട്. ഇത് കേട്ടിട്ട് പോയാൽ മതി. ഇന്ത്യൻ ഭരണഘടന എന്നൊരു സാധനമുണ്ട്, അവിടെ കേട്ടിട്ട് പോകും. അതൊക്കെ അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. എന്തൊരു സന്തോഷമാണ്. ഞാൻ അങ്ങോട്ട് ഭരണഘടന കൊടുക്കുന്നു, പുള്ളി ഇങ്ങോട്ട് സുവിശേഷം പറയുന്നു. മാറണം നമ്മുടെ സമൂഹം, അല്ലേ? പിന്നെ നല്ല കാര്യം, പോട്ടെ. പറഞ്ഞു വച്ചത്, തെയ്യത്താൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിനക്ക് കൂലി എത്ര കിട്ടും? അവൻ പറഞ്ഞു, കൂലിയൊന്നുമില്ല. പിന്നെ നീ പണിയുന്ന കഞ്ഞി കിട്ടും, പോകാൻ നേരം അല്പം നെല്ല് തരും, അത് വറുത്ത് ഭാര്യ ഇടിച്ചു കുത്തി കഞ്ഞിയാക്കി മക്കൾക്ക് കൊടുക്കും. മക്കളെന്ത് ചെയ്യും? അല്പം കഴിഞ്ഞ് അവരിവിടെ വരും. നിനക്ക് ദുഃഖമൊന്നുമില്ലേ? എന്തിനു ദുഃഖം? എൻ്റെ യജമാനൻ തല്ലൂല, നല്ല മനുഷ്യനാണ്, കഞ്ഞി തരും ആവശ്യത്തിന്. ഒരു കൂമ്പുപാള ധരിച്ച് കറുത്തിരുണ്ട് കണ്ണുകുഴിഞ്ഞ മെലിഞ്ഞ ആ രൂപത്തെ നോക്കി ജോൺ ഹോക്സ്വർത്തിന് സങ്കടം വന്നു. അദ്ദേഹത്തെയും കൊണ്ട് യജമാനൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, പിന്നെ കൊടുക്കുന്നോ? യജമാനൻ പറഞ്ഞൊരു നല്ല മനുഷ്യനാ, പ്രതികരിക്കോ, വഴക്കൊന്നുമില്ല, വിശ്വസ്തനാ.
നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു നല്ല വില തന്നാൽ തരാം. 21 ഉറുപ്പ്യക്ക് ഈ മനുഷ്യനെയും, അതിൽ താഴെ കുറേ പണം അത്ര ഇല്ല ബാക്കി ആളുകൾക്ക്, അങ്ങനെ 8 പേരെ ഹോക്സ്വർത്ത് വിലയ്ക്ക് വാങ്ങി. 8 പേരെ വിലയ്ക്ക് വാങ്ങിയ ഹോക്സ്വർത്ത് അന്നവർക്ക് സ്നാനം കൊടുത്തില്ല. മല്ലപ്പള്ളി ഇന്ന് പാലം കാണുന്നതിൻ്റെ താഴെയുള്ള ആ നദിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാളവണ്ടിക്കകത്തു നിന്ന് നല്ല നിറമുള്ള സുഗന്ധമുള്ള ഒരു സോപ്പ് എടുത്ത് കൊടുത്തു. ജീവിതത്തിൽ ആദ്യം അടിമ സോപ്പ് കാണുക. ഇങ്ങനെ നോക്കിയോ പറഞ്ഞു, അത് നിനക്കുള്ളതാ. എന്ത് ചെയ്യണമെന്ന് ഇവനറിയില്ല. സോപ്പ് തേച്ച് കുളിക്കാൻ പഠിപ്പിച്ചു. നഖത്തിലെ ചെളി കളയേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ശുചിത്വം എന്തെന്ന് പഠിപ്പിച്ചു. കൂമ്പുപാള വലിച്ചെറിഞ്ഞ് നല്ല വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. സായിപ്പ് തൻ്റെ പെട്ടിക്കകത്തുനിന്നൊരു മുണ്ടെടുത്ത് കൊടുത്തു. അത് ഉടുക്കാൻ നേരം അവൻ എങ്ങനെ ഉടുക്കണമെന്നറിയില്ല. ഒടുക്കം അതൊക്കെ കാട്ടിക്കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതും ധരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ആളുകൾ കല്ലെറിയും, ചേറുവാരി എറിയും, എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, നിന്നെ ആരും അറിയില്ല. കാരണം നിന്നെ ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ. ഇനി ഞാനാ തീരുമാനിക്കുന്നത് നീ എങ്ങനെ പോകണം. ബാ. 8 പേരെയും കൊണ്ട് തിരുവല്ലയിലെ മിഷൻ ക്യാമ്പസിൽ ചെന്ന് അവരെ അവിടെ പാർപ്പിച്ചു. ABCD പഠിപ്പിച്ചു. ഇംഗ്ലീഷ് പാട്ടുകൾ പാടാൻ പഠിപ്പിച്ചു. കാരണം ഇത് CSI എന്ന് വിളിക്കുന്ന സഭയുടെ പഴയ രൂപ, ആംഗ്ലിക്കൻ അതിൻ്റെ വർഷിപ്പ് രീതിയൊക്കെ. കുട്ടികളെ ഗിറ്റാർ കോഴ്സ് പിടിക്കാനൊക്കെ പഠിപ്പിച്ചു. ഒറ്റ കൊല്ലം അവരെ നിർത്തി അവിടെ. ചെറിയ ജോലിയൊക്കെ ഉണ്ട്, ജോലിക്ക് കൂലിയുണ്ട്. ഒടുക്കം ലണ്ടനിലെ മിഷൻ സൊസൈറ്റിയിൽ പ്രസിദ്ധം ചെയ്യുന്ന 75 ചോദ്യങ്ങളടങ്ങുന്ന ആ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നതെല്ലാം മലയാളീകരിച്ച് സായിപ്പ് അങ്ങോട്ട് കൊടുത്തു. പഠിക്കാൻ പറ. ആരാണ് ദൈവം, എന്താണ് മനുഷ്യൻ, എന്താണ് ആത്മാവ്, എന്താണ് നിത്യത, യേശുക്രിസ്തു ആര്? ഒറ്റ കൊല്ലം ഇവരിത് പഠിച്ചു. ഒരു കൊല്ലം പൂർത്തീകരിച്ച് 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുത്തു. ഇതാണ് രേഖാമൂലമുള്ള ആദ്യത്തെ. തീർച്ചയായിട്ടും സായിപ്പ് അവർക്ക് സോപ്പ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. ഇതൊക്കെ കൊടുക്കേണ്ട ഗതികേട് ആരാ ഉണ്ടാക്കി? ഗതികേട് ഇവിടെ ഉണ്ടെന്ന്. കാരണം അക്ഷരം പഠിപ്പിക്കുന്ന അന്നത്തെ മാഷിൻ്റെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? മേൽവസ്ത്രമില്ല. ആ പുള്ളി നമ്മളെ തറ പറ എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഒരു ഉരുണ്ട രൂപ അവിടെ ഇരുന്നു മണലിനകത്ത് നമ്മളെങ്ങനെ എഴുതി പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ പഠിച്ചവരുണ്ട് അല്ലേ? ചിലക്ക് തലകുലുക്കാരും മടി, അത്രയും പ്രായമായില്ലെന്ന് കാണിക്കാൻ. അടവൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മുടെ ആൾക്കാരെ ഒരു അടവേ, എനിക്കത്രയൊന്നും പ്രായമായിട്ടില്ലെന്ന് കാണിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചല്ലേ. പിന്നെ പക്ഷെ ഒരു കാര്യം കേൾക്കണ്ടേ? നമ്മൾ ഈ ഓലയിലും നിലത്തുമൊക്കെ അക്ഷരം ഇങ്ങനെ എഴുതി പഠിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് സായിപ്പിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. 1000 കൊല്ലം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. പിൽക്കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. നമ്മുടെ ശശി തരൂരും ഡോക്ടർ BR അംബേദ്കറും ഒക്കെ പഠിച്ച സ്ഥാപനങ്ങളുണ്ട് അവിടെ. നമ്മൾ കാളവണ്ടി കയറാൻ പോലും നിർവാഹമില്ലാതെ നോക്കി നിന്ന കാലത്തിനും 300 കൊല്ലം കൂടി മുമ്പ് ഭൂഗർഭ തുരങ്കമുണ്ടാക്കി അതുവഴി ട്രെയിൻ ഓടിച്ചു അവൻ. പറയുമ്പോൾ അവനെ കുറ്റം പറഞ്ഞാൽ അവനിവിടെ വന്നില്ലെങ്കിൽ നമുക്കിതൊന്നും പ്രാപ്യമല്ല, ഇതൊന്നും കിട്ടത്തില്ല. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം, നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്, എന്നാ ഒന്ന് കാണിച്ച് ഇതൊന്ന് പറഞ്ഞു എന്നതാ സംഭവം എന്ന് പറഞ്ഞതാ. ഇത് നമ്മൾ ചോദിക്കുന്നത് ഉണ്ടെന്ന് പറയുകയും ചെയ്യും. പക്ഷേ എന്നിട്ട് നമ്മൾ കൊടുത്ത് ഈ പാൻറ്റും ഷർട്ടുമൊക്കെ ഇടുന്നേ, മനസ്സിലായില്ലേ? ചർച്ചയ്ക്കകത്തൊക്കെ അത് വെട്ടും, പക്ഷെ പാൻറ്റും ഷർട്ടും വേഷം. നമുക്കുള്ള പാരമ്പര്യം ഇട്ടുകൊണ്ട് ഒരു ചാനലിൽ കയറി ഇരുന്ന് നോക്ക്, കേസെടുക്കും പോലീസ്.
കേസെടുക്കും. കൊല്ലം റാണിയെ കാണാൻ ന്യൂഹാഫ് എന്നറിയപ്പെടുന്നൊരു മിഷണറി വന്നു ഉദ്യോഗസ്ഥനൂടാ കൊല്ലം റാണിയെ. അദ്ദേഹം വന്നപ്പോൾ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഈ റാണിയുടെ വേഷം അര മുതൽ മുട്ടുവരെയുള്ള ഒരു ചേല, ഒരു വസ്ത്രം, ആടയാഭരണങ്ങൾ അനവധി, സ്വർണ്ണമൊക്കെ ഉണ്ട്. റാണിയുടെ തൊട്ടപ്പുറത്ത് 2-3 പടയാളികൾ നിൽപ്പുണ്ട്. നല്ല കൊമ്പം മീശ, തലയിൽ നല്ല ചുറ്റിക്കെട്ട്, അതിനകത്തൊരു മുദ്ര റാണിയുടെ. പക്ഷേ ഈ നഗ്നത മറയ്ക്കേണ്ട ഇടത്തൊരു 2 ഇഞ്ച് വസ്ത്രം കഷ്ടി. അവർക്ക് തലയിലായിരുന്നു നാണം. അതുകൊണ്ട് ഇത് ശരിക്കും അങ്ങ് മൂടിക്കെട്ടി. തലയ്ക്കകത്തൊന്നും ഇല്ല, അതുകൊണ്ടാകാം. അതിങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇദ്ദേഹം ഇത് കണ്ട് അമ്പരന്നു. രാജ്ഞിയുടെ അവസ്ഥ ഇതാണ്. സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? വസ്ത്രമില്ല. വസ്ത്രമില്ലാത്ത എന്താ? ജൗളിക്കടകളില്ല. അതിൻ്റെ കാരണം അറിയോ? ഇതിന് വലിയ ഉപയോഗമില്ല. കൂമ്പുപാള വീഴുമ്പോൾ പോയി എടുക്കുക, അതിന് കിടന്ന് അടിക്കുക. അവിടെ വിശാല ഹൃദയർ എന്നാൽ നീ എടുത്തു എന്നും പറഞ്ഞു അവൻ തന്നെ പോവാ. ഇതൊക്കെ ഇവിടെ നിലനിന്നിരുന്നൊരു യാഥാർത്ഥ്യമെന്ന് ഒരു 100 കൊല്ലമൊക്കെ മുമ്പത്തെ കഥയായി പറയുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി ഇവിടെ നടപ്പിലാകുമ്പോൾ ഹാഫ്മാൻ ഒരു കത്തെഴുതി രാജ്ഞിക്ക് അങ്ങോട്ട്. അവർ ബൾക്കായിട്ട് തുണി ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. കപ്പലിൽ തുണി കൊണ്ടുവന്നിറക്കി. വലിയ റോളാണ്. ഓരോ സ്ത്രീകൾക്കും 6 മുഴം വീതം കൊടുത്തേക്കാൻ പറഞ്ഞു. തുണി 6 മുഴം. 6 മുഴം വീതം കിട്ടി. എന്നിട്ട് പറഞ്ഞു പെറ്റിക്കോട്ട് തയ്ക്കണം. അത് ഇംഗ്ലീഷ് വേർഡല്ല, എഴുതി നോക്ക്. പെറ്റിക്കോട്ട്. അത് കുഞ്ഞുങ്ങൾ പറഞ്ഞ് പെറ്റിക്കോട്ട് ആക്കിയതാ. ഒന്ന് എഴുതി നോക്കിയ പെറ്റിക്കോട്ട്. അതാ സാധനം. ഒരു കുഞ്ഞുടുപ്പ് അല്ലേ? പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് അതിനൊന്നും നേരം കിട്ടിയില്ല. അവർ ഈ കിട്ടിയ തുണി അവർ തന്നെ അങ്ങ് പുതച്ചിട്ട് അധികം വന്നത് ഇങ്ങനെ ദേഹത്തേക്കിട്ട് അവൻ്റെ പേരാ സാരി. ഇതെല്ലാം വൈദേശികമാണ് ചേട്ടാ, ചുമ്മാ അത് ഇതൊക്കെ വിളിച്ച് പറയാതെ. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഉടുക്കുന്ന സെറ്റുമുണ്ടും സാരിയൊക്കെ വൈദേശികമാണ്. ഇനി ഞാൻ ഒത്തിരി അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ കിടന്ന കേരളത്തിൽ ഒരു വിഷയം കൂടി പറയാം, എന്നിട്ട് എൻ്റെ ചിന്തയിലേക്ക് വരാം. ഞാനിത് പറയുന്നത് വിഷമിക്കേണ്ട. വിവരം നിങ്ങളെ അറിയിപ്പാൻ ഞാനൊരുത്തൻ മാത്രം വഴുതിപ്പോന്ന് പറഞ്ഞ പോലെ ഞാനൊരുത്തനിപ്പോൾ ഇത് പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ. അപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ മറ്റൊരു സംഭവം കൂടി അറിയേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാനാ. കോട്ടയത്ത് തിരുനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, തിരുനക്കര ചന്ത. അടിമകളെ വിൽക്കുന്ന ചന്തയാണ്. അവിടെ പൈസ കുറവാണ്, 3 രൂപയുള്ളൂ. ആ അടിമയെ ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ 7 രൂപയാകും. ആ അടിമയ്ക്ക് മല്ലപ്പള്ളി വരുമ്പോൾ 21 രൂപയാവും. നിസാരമല്ല അവിടെ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നേ. വലിയ പാടാണ്. കന്നുകാലിയെ തെളിച്ചോണ്ടിരുന്ന പോലെ മനുഷ്യനെ കൊണ്ടുവരികയാണ്. അപ്പോൾ തിരുനക്കര ചന്തയിലൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ അടുത്തുള്ളൊരു അടിമക്കുടലിൽ ഒരു പിതാവും മാതാവും 2 യൗവനക്കാർ. അവർക്ക് 7 വയസ്സുള്ളൊരു മോന്, 1.5 വയസ്സുള്ളൊരു പെൺകുട്ടി. യജമാനൻ തീരുമാനിച്ചു ഇവരെ വിൽക്കുക. പക്ഷെ ഒരു കാര്യം, എടുക്കാൻ വരുന്നവന് ഈ പിള്ളേരെ വേണ്ട, കുട്ടികളെ വേണ്ട, ഇവരെ 2 പേരും വേണം. നല്ല പണിക്കാരാ. കാരണം കുട്ടികളുടെ കൂടുതലുണ്ടെങ്കിൽ ഇതിനെ പരിപാലിച്ച് അപ്പനും അമ്മയും മാറിക്കഴിഞ്ഞാൽ ജോലി നടക്കുകയില്ല. അവരെ വേണ്ട. അടിമകളുടെ കുടിലുകൾ ഒന്നിച്ച് അടുത്തടുത്തുള്ള കുടിലുകളാണ്. ഇവരൊക്കെ തമ്മിൽ എന്ന് സംഘർഷമാണ്. ഏറ്റുമുട്ടും, വഴക്കുണ്ടാക്കും, അടിവെക്കും. ഇങ്ങനത്തെയൊക്കെ സംഘർഷമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങൾ ഇവിടെ ആക്കി കളഞ്ഞിട്ട് അപ്പനും അമ്മയും പോകുന്നു എന്നറിഞ്ഞ് ആ നാട്ടുകാരെല്ലാം വന്നു. അയ്യോ നിങ്ങൾ പോവല്ലേ, കാര്യം നമ്മൾ വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളിനി കാണത്തില്ലല്ലോ. കണ്ണീരോടെ അതുങ്ങൾ നിൽക്കുക. ഈ കുഞ്ഞുങ്ങൾ അവർ പറയാ നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞങ്ങളെ വിൽക്കുന്നത് വരെ അതുങ്ങളെ മക്കളെപ്പോലെ വളർത്താം. പറഞ്ഞ് ഒത്തുറപ്പിലായി. ആ രാത്രി അപ്പനും അമ്മയ്ക്കും ഉറക്കമില്ല. 7 വയസ്സുകാരൻ എന്തൊക്കെയോ അറിയാം, നാളെ പോകുന്നു. 1.5 വയസ്സുള്ള കൊച്ചിന് എന്തറിയാനാ?
നേരം വെളുത്തു. കോഴി കൂവുന്ന നേരത്ത് കണ്ണു തുറന്ന് ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും വിളിച്ചുണർത്തി അമ്മ കുളിപ്പിച്ചു. 1.5 വയസ്സുകാരി ആ സമയത്ത് 5 മണിക്ക് കുളിപ്പിച്ചാലുള്ള സ്ഥിതി എന്താ, പൊട്ടിക്കരയും. പക്ഷെ അമ്മ വക വച്ചില്ല. കുളിപ്പിച്ചെന്താണെന്ന് അറിയണ്ടേ? അമ്മയ്ക്കറിയാം ഇനി ഇതിനെ കുളിപ്പിക്കാനൊരവസരമില്ല, ഇനി അതിനെ ഒരുക്കാനൊരവസരമില്ല, കളഞ്ഞിട്ട് പോവാ. മൂത്ത ആങ്ങളോട് പറഞ്ഞു, 7 വയസ്സാണ്ട് പറഞ്ഞു, കുഞ്ഞാവെ നോക്കണം, തല്ലരുത്, അതിനെ എടുക്കണം, നിങ്ങളെ വളർത്തുന്ന വീടിൽ നിങ്ങൾ ഭാരമാകരുത്, അനുസരിക്കണം. ആ കൊച്ചുകുട്ടിയുടെ ട്രോമ നിങ്ങളെന്നോർത്തേ. 1.5 വയസ്സുകാരിയേക്കാൾ ബുദ്ധിമുട്ടവനാ. ഒടുക്കം ഈ സ്ത്രീ കുഞ്ഞിന് പാലൂട്ടി കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. തല്ലി ഉണർത്തി വീണ്ടും കൂട്ടി. കാരണം ഇത് അവസാനത്തെ പാലൂട്ടലാണ്. മാതൃഹൃദയത്തിൻ്റെ വ്യഥ അതാണ്. വീക്കാൻ കൊണ്ടുവരുമ്പോൾ പോകുമ്പോൾ ഇവരെ ഏറ്റുവാങ്ങിയ ആളുകൾ ഇതൊന്ന് കാണാൻ പോയി. കൈയൊക്കെ കൊടുത്ത് പോകണമല്ലോ. വലിയ മരണ വീട്ടിലെ കരച്ചിലാ. അവസാനം പേടിച്ച മനുഷ്യനോട് പറഞ്ഞു, യജമാനേ ഒന്നുകൂടെ ആ കുഞ്ഞുങ്ങളെ എടുക്കാൻ ഉള്ളം തുടിക്കുന്ന യജമാനനെ, അടിയൻ പോയെന്ന് എടുത്തോട്ടെ. ഏയ് അത് നടപ്പില്ല. പൊട്ടിക്കരഞ്ഞ ആ സ്ത്രീ ആ നിലത്ത് കുത്തി ഇരുന്ന് പോയി. യജമാൻ ചാട്ടക്കൊരടി, എഴുന്നേക്ക്. അതുവഴി ഒരു മനുഷ്യൻ വന്നു. ഈ അടിയും കരച്ചിലും ഒക്കെ കണ്ട് ഈ മനുഷ്യൻ ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? അത് ഇന്നതാ വിഷയം. അതാണോ? നിങ്ങൾ എന്ത് വിലയ്ക്കാണ് വാങ്ങിയേ? വിലയെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ ഇരട്ടി തരാം. അവരെഞ്ഞിതാ ഇരട്ടി പിടിച്ചു. അങ്ങനെ ഇരട്ടി പണം കൊടുത്തു ഇവരെ രണ്ടുപേരെയും വാങ്ങി ഈ മക്കളെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയ ആ മനുഷ്യൻ്റെ പേരാണ് ഹെൻറി ബേക്കർ. ആ ഹെൻറി ബേക്കർ ജൂനിയർ എന്നറിയപ്പെടുന്ന മനുഷ്യൻ്റെ പേരിലാണ് കോട്ടയത്തൊരു സ്ഥലമുള്ളത്, ബേക്കർ ജംഗ്ഷൻ. ഹെൻറി ബേക്കർ ഇങ്ങനൊക്കെ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച മിഷണറിമാരെ കണ്ടിട്ട് നിങ്ങൾ പറയാ മതപരിവർത്തന ലോബി. ആ ചാപ്പ കുത്തി വിളിക്കുമ്പോഴൊക്കെ ഓർക്കണം, ഈ പുസ്തകം അർത്ഥപട്ടണിക്കാരന്, വസ്ത്രം നിഷേധിക്കപ്പെട്ടവന്, ജീവിതം നിഷേധിക്കപ്പെട്ടവന്റെ മുമ്പിൽ പ്രതീക്ഷയുടെ തുരുത്തൊരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട വചനമാ. ആ വചനവും അതിൽ വിരാജിക്കുന്ന നസ്രായനായ യേശുവിനെയും ഈ രാത്രി ഉലകത്തിന്റെ രക്ഷകനായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തുചൈതന്യത്തിന്റെ സാരാംശം, ആ സുവിശേഷത്തിന്റെ മഹത്വം ഇങ്ങനെ വിളിച്ചു പറയട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ഇതൊന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല. മല്ലപ്പള്ളിയിൽ ഒരു പള്ളിയുണ്ടായി അടിമകൾക്ക് ഒത്തുകൂടാൻ. കമ്പ് വെട്ടി ഓലമെഞ്ഞ് പണി കഴിപ്പിച്ച ആ ഷെഡ് സമർപ്പണം ചെയ്ത് കഴിഞ്ഞു പോയ അന്ന് രാത്രി തന്നെ തീയിട്ടു ആളുകൾ. സായിപ്പ് വിട്ടില്ല. ദിവസങ്ങളെടുത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടി മനോഹരമായ ഒരാലയം അവർക്ക് പണിത് കൊടുത്തു. അപ്പോൾ അടുത്ത പ്രശ്നം, ഇവിടെ വന്നേ ഈ ശുശ്രൂഷ ചെയ്യാൻ പാകത്തിനൊരു അച്ഛനോ പാസോ ഒന്നുമില്ല. ആര് വരും? കണ്ടാൽ അറയ്ക്കുന്ന സാധാരണ മനുഷ്യർ, നികൃഷ്ട ജന്മങ്ങളെന്ന് വേദങ്ങൾ മുദ്ര കുത്തി മാറ്റിയ സാധുക്കൾ ആരുമില്ലെന്ന് കണ്ടപ്പോഴേ ഒരു മനുഷ്യനെഴുന്നേറ്റ്, നല്ല തറവാടിയായ നല്ല പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യനെഴുന്നേറ്റ് പറഞ്ഞു, ഞാനുണ്ടെന്ന് പറഞ്ഞു. ഒരച്ഛൻ, അച്ഛൻ്റെ പേരാ ജോർജ് മാത്തൻ. ആ അച്ഛൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലുള്ള ചെന്ന് കഴിഞ്ഞാൽ. അത്തരം ജോർജ് മാത്തന്മാർ അന്നുണ്ട്. സാധുക്കളുടെ കുടിലിൽ ഇടപഴകി അവരോട് ചേർന്ന് മനുഷ്യത്വത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മഹിമ അങ്ങോട്ട് പ്രകടമാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഉണർവ് അങ്ങ് വ്യാപരിച്ചു കേരളത്തിലുടനീളം. ഉണർവ് നമ്മെ താഴെ തട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണ്. ഉണർവ് എന്ന് പറയുന്നത് നാം മഹത്വവൽക്കരിക്കപ്പെടുന്നതല്ല,
നമ്മുടെ മഹത്വങ്ങളെ ഉരിഞ്ഞു വെച്ച് നമുക്ക് താഴേക്കിറങ്ങാൻ കഴിയുന്നിടത്താണ് ഉണർവിൻ്റെ ശക്തി രൂപപ്പെടുന്നത്. ഉണർവ് രൂപപ്പെടുന്നത് വേദികളിൽ നിന്നല്ല, വേദി വിട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന്, സാധാരണക്കാർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതാ. പ്രാർത്ഥന മനുഷ്യർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതാ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. ഈ തിരുനെൽവേലി ഭാഗത്തുനിന്ന് ഒരു ഉപദേശി ഇവിടെ വന്നു. പുള്ളിക്കാരനൊരു പരിപാടിയുണ്ട്. പള്ളികളുടെ മുറ്റത്ത് ഇങ്ങനെ പോയി നിൽക്കും. എനിക്ക് പ്രോഗ്രാം കിട്ടുമോ എന്ന് അറിയാനല്ല, ഗൾഫിലൊക്കെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നിട്ടുണ്ട് അല്ലേ. ദൈവം വിളിച്ചൊരാക്കിയതൊന്നും പറയേണ്ടി വരികയെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ഉപദേശിയാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞ നമ്മൾ പരിചയമുള്ള ഒരാളുണ്ട്, എൻ്റെ കാര്യമൊന്ന് പറഞ്ഞേക്കാവോ? ജോസഫ് കൊണ്ട് പറഞ്ഞ പോലെ അല്ലേ? അപ്പോഴേ ഈ മനുഷ്യൻ നിൽക്കുന്നത് എന്തിനാണെന്നറിയണ്ടേ? പള്ളിയിലേക്ക് ആളുകൾ അന്ന് സമയവും വാച്ചുമൊക്കെ വേറെ സംവിധാനമല്ലേ, കോഴി കൂന്നൊക്കെ കേട്ട് വരണം. ഈ ആളുകൾ അങ്ങോട്ട് ഒത്തുകൂടുമ്പോൾ പുള്ളി ഒരു വചനം എടുത്തങ്ങ് പ്രസംഗിക്കാൻ മുറ്റത്ത് നിന്ന്. അപ്പോഴേക്ക് അച്ഛൻ വരുമെന്ന് കാണുമ്പോൾ പാവത്താൻ നിർത്തും. കാരണം പുള്ളി കയറി ഉടക്കും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട, അത് ഉറത്ത് നിർത്തും. പക്ഷേ ഈ 15 മിനിറ്റ് 20 മിനിറ്റ് പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ കരയാൻ തുടങ്ങി. അന്ന് കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ്റെ കാതിൽ ചെന്നിട്ട് രഹസ്യപാപങ്ങളുടെ ചുരുളം കഴിച്ചു. തെറ്റുകുറ്റങ്ങൾ, കള്ളവാറ്റിനെപ്പറ്റി ഇത്രയൊക്കെ ബോധവൽക്കരിക്കാൻ ഉപദേശിക്ക് വേണ്ടി വന്ന 15 മിനിറ്റാ. അധികം സാഹിത്യം ഇല്ലെന്നേ, മുമ്പ് പറഞ്ഞാൽ ചരിത്രം ഇല്ലെന്നേ. അനി ഞാനും നിങ്ങളും ഒരുപോലെ അകപ്പെട്ട് കിടക്കുന്ന ഒരു വിഷമവൃത്തമായി പറയുന്നത് അല്ല. ഞാൻ എന്നെ ന്യായീകരിച്ചല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ മനുഷ്യൻ്റെ പേര് പോലും ആർക്കും അറിയില്ല. ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നായിട്ട് ഈ മനുഷ്യനെ വിളിച്ചു പാണ്ടിക്കാരൻ ഉപദേശി. പുള്ളിക്ക് പരിഭവമില്ല, എന്തേലും വിളിക്കട്ടെ. പുള്ളി അടുത്തടുത്ത് പോയി. പിന്നെ കണ്ട കാഴ്ച, പുരോഹിതന്മാർ കൂട്ടത്തോടെ വിശ്വാസം സ്വീകരിച്ചു വരുന്നു. തിരുനെൽവേലിക്കാരൻ ഉപദേശി പ്രസംഗിച്ച് കേട്ടപ്പോൾ പുരോഹിതന്മാരുടെ ഉള്ളിലും പാപബോധം. സഭയുടെ അന്തരീക്ഷം മാറി. അത് ഉണർവിൻ്റെ മറ്റൊരു തലം. ഇനി അടുത്തത്, ഈ ഉണർവിൻ്റെ ശക്തമായ ആ വേലിയേറ്റം നമ്മളെ ഈ സമൂഹത്തിനുള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രശ്നവും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹെൻറി ബേക്കർ ജൂനിയർ അറിഞ്ഞു പള്ളിയിലെല്ലാം ഒരു ഉപദേശി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം ജൂനിയർ മുമ്പേ പറഞ്ഞ ആ ദൈവാസനില്ലേ, പുള്ളി ഒരു സർക്കുലർ വിട്ടു, ഇങ്ങനെയുള്ളവരൊന്നും കേട്ടണ്ട, നമുക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റിയ കാര്യമല്ല. പക്ഷേ ആളുകൾ പറഞ്ഞു, സാറേ പറ്റുകയില്ല, കാരണം ജനങ്ങൾ മൊത്തം അത് കേട്ടിങ്ങനെ ത്രില്ലടിച്ചിരിക്കുക പ്രസംഗം കേട്ട്. എന്നാൽ ഞാനങ്ങോട്ട് വരാം അടുത്ത ആഴ്ച. കാളവണ്ടിയുടെ ആശം വന്നു, ഏറ്റവും പുറകെ നിൽക്കുക. അപ്പോൾ ഈ അച്ഛന്മാരെന്ത് ചെയ്തു, ഇദ്ദേഹത്തെ സ്റ്റേജിലും കയറ്റി പള്ളിക്കകത്ത് കയറിയ ആൾ അകത്ത് കയറി പ്രസംഗം തുടങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ പൊട്ടിക്കരഞ്ഞു. പുൽപ്പിറ്റിൻ്റെ മുമ്പിൽ വന്ന് കിടന്നു പാപമേറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ഒരു പുതുസൃഷ്ടിയായി തീർന്നു. ഉണർവ് രൂപപ്പെടുന്ന ഇടത്ത് ഈ നിരപ്പനുഭവപ്പെടുന്നില്ലെങ്കിൽ അത് ബഹളം മാത്രമാണെന്ന് പറയാനാ ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത്. ഉണർവിന്ന് രൂപപ്പെട്ടാൽ എനിക്കും നിങ്ങൾക്കും ചില റിക്കൺസിലിയേഷനുകൾ, ചില നിരപ്പിൻ്റെ അനുഭവങ്ങൾ, പറഞ്ഞുപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, കാരണങ്ങൾ, വസ്തുതകൾ ഉണ്ടെങ്കിൽ അവിടെയാണ് ഉണർവിൻ്റെ ആദ്യത്തെ ആമുഖം രൂപപ്പെടേണ്ടത്. അവിടെയാ. അല്ലാതൊന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉണർവ് ഇങ്ങോട്ട് വരികയില്ല. ആ കുറവ് തീർക്കാനാണ് നമ്മളൊന്നുകൊണ്ട് ഇങ്ങനെ കൈവെക്കാം, കുറച്ചു നേരം കുമ്മിയടിക്കാം, അടുത്തവനെ നോക്കി ചിരിക്കാം, ദൈവം നിന്നെ തൊടാൻ പോവുക. ഈ പണി നിർത്തണം. ഈ കൃത്രിമത്വം നമുക്ക് നേരെയാകാൻ കഴിയാത്തതിന് ഇത്തരത്തിലെ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നത്. ഇനി ഇതും വിട്ട് നമുക്ക് മറ്റൊരു ഉണർവിലേക്ക് പോകണം. നമ്പർ 312 അസൂസ സ്ട്രീറ്റ്, അമേരിക്കയിലെ സ്ഥലമാണ്. ആ സ്ട്രീറ്റിൽ ഒരു കണ്ണ് കാണാത്ത വിരൂപനായ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അയാളുടെ മുത്തച്ഛനെ ആഫ്രിക്കയിൽ നിന്ന് കൽക്കരിക്കനി പണിയെടുക്കാൻ കൊണ്ടുവന്ന, അടിമയായിട്ട് കൊണ്ടുവന്ന.
ഒരു കത്തോലിക്ക പുരോഹിതൻ അവരെ വില കൊടുത്ത് വാങ്ങി, അറിയാവുന്ന വചനമൊക്കെ ഇവരോട് പറഞ്ഞു. ഉള്ളിലൊരു ക്രൈസ്തവ ചൈതന്യമൊക്കെ വന്നപ്പോൾ പോയി ബൈബിൾ സ്കൂളിൽ ചേർന്നു. ചാൾസ് പെർഹാം ഒരു ആത്മീയനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ കിട്ടിയ അനുഭവം കൊണ്ട് 8 പേരും ഈ മനുഷ്യനും, ഒറ്റക്കണ്ണനായ വിരൂപനായ ആ മനുഷ്യൻ്റെ പേരായിരുന്നു വില്യം ജെ സെയ്മൂർ. സെയ്മൂർ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഈ 8 എന്നുള്ള കണക്കെല്ലാം മാറി ആളുകൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. അകത്തിരിക്കാൻ ഇടയില്ലാഞ്ഞിട്ട് തെരുവ് മുഴുവൻ ആളുകളായി. ദിവസങ്ങൾ നീണ്ടു നിന്നു ഈ ഉണർവിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? ധാരാളം കിരാതന്മാരായ ഈ ബ്ലാക്സ്, വടിവാളുകൾ, മദ്യം നിറച്ച കുപ്പികൾ, വ്യത്യസ്ത തരത്തിലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഇവയെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളാ ഈ കടാര പണിയിപ്പിച്ചതേ. വെള്ളക്കാരനെ കുത്തി മലർത്താൻ അവസരം കിട്ടുമെങ്കിൽ അങ്ങനെ പ്രതികാരത്തിൻ്റെ ചോരക്ക് തുടിച്ച ഈ വാളുകളെല്ലാം നിരത്തിയിട്ടു. സെയ്മൂർ പറഞ്ഞു, നിങ്ങൾ കൊല്ലാനിരുന്ന മനുഷ്യൻ്റെ അരികിൽ പോയി ക്ഷമയച്ചു വാ, ഇതും കൂടെ എടുത്തോ. ഇതുമായി ചെന്നിട്ട് കണ്ടു. വെള്ളക്കാരനെ കണ്ടിട്ട് ബ്ലാക്ക് പറഞ്ഞു, യജമാനനെ, മാപ്പാക്കണം യജമാനനെ, നിന്റെ തലയെറുക്കാൻ പണിയിപ്പിച്ചതാ. കഠിനമായി പണിയെടുപ്പിച്ച് കൂലി തരാതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥക്കെതിരെ സംഘടിച്ച് വിപ്ലവം നടത്താൻ കരുതി വച്ചിരുന്ന സാധനങ്ങളാ. പക്ഷെ സെയ്മൂറിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പ്രസംഗം കേട്ടപ്പോൾ പാപബോധം വന്നു. യജമാനനെ, മാപ്പാക്കണം യജമാനനെ, നിന്നെ കൊല്ലാനിരുന്ന. സംഭവിച്ചു കേൾക്കണ. ഇത് കെട്ടി യജമാനൻ പൊട്ടിക്കരഞ്ഞു. അവനെ ചേർത്ത് നിർത്തിയിട്ട് പറയാ, കൂട്ടുകാരാ, ഞാൻ നിന്നോടാ ക്ഷമ പറയേണ്ട. കാരണം ഒരു മൃഗത്തിൻ്റെ വില പോലും നിനക്ക് ഞാൻ തന്നില്ല. നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു. ആ 2 ആളും കെട്ടിപ്പുണർന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് സഹോദരന്മാരായി തീർന്ന ചരിത്ര സത്യത്തിൻ്റെ സാക്ഷ്യമാ പെന്തക്കോസ്ത്. അങ്ങനെ രൂപപ്പെട്ടതാ ചർച്ചകൂടും അസംബ്ലിച്ചകൂടും. ചാൾസ് പെർഹാമിൻ്റെ പ്രസ്ഥാനം അസംബ്ലിച്ചകൂടും. ആദരണീയനായ വില്യം ജെ സെയ്മൂറിൻ്റെ പ്രസ്ഥാനം ചർച്ചകൂടുമായി രൂപപ്പെട്ടു. സാധാരണ മനുഷ്യരെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ആ പ്രസ്ഥാനം പടർന്ന് പന്തലിക്കുമ്പോൾ ദി പെന്തക്കോസ്റ്റ് മിഷൻ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട രാമൻകുട്ടി എന്ന് ചരിത്രം പറയുന്ന പോൾ പാസ്റ്റർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന സിലോൺ പെന്തക്കോസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. അതിൻ്റെ അലയിലുകൾ രൂപപ്പെട്ടപ്പോൾ കേരളത്തിൽ IPC രൂപപ്പെട്ടു. ഈ ഉണർവിൻ്റെ എല്ലാം പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു. അവർ മഹത്വം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് മാത്രം. ആ ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്ത് ഞാനെന്ന മനുഷ്യനെ സ്വയം ത്യജിച്ച് എന്നിലെ ഞാനെന്ന ഭാവം ത്യജിച്ച് താഴേക്കിറങ്ങാൻ മനസ്സ് കാട്ടുന്ന ഇടത്ത് മാത്രമേ ഉണർവ് രൂപപ്പെടൂ. മറ്റൊന്നും ഉണർവല്ല. ഉണർവിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം അനുകരണങ്ങളെ കണ്ട് ഒന്ന് ചെറുതു നിൽക്കാനുള്ള ഉത്കടമായൊരു വാഞ്ച ദൈവമക്കൾക്ക് ഹൃദയത്തിലുണ്ടാകട്ടെ. ഞാനും നിങ്ങളും ഒരുമിച്ച് കിടക്കുന്ന ഇത്തരം ചരിത്ര മാലിന്യങ്ങളെ തൂത്തുമാറ്റിയിട്ട് നമുക്കൊന്ന് ശുദ്ധിപ്പെടണം. അതിനെന്താ വഴി? കാരണം പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു ഇടുക്കം, എവിടെയോ ഒരു സ്വാതന്ത്ര്യക്കുറവ്, എവിടെയോ ഒരു അസ്വസ്ഥത. ചെളിപുരണ്ട് നിൽക്കുന്നവനെ മനോഹര വസ്ത്രം ധരിക്കാൻ ക്ഷണിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ചെളിയുള്ളത് കൊണ്ട് ഇത് ധരിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത വ്യാപരിക്കുന്നത് പോലെ എന്നിലും നിങ്ങളിലും പടർന്നു കയറിയ ഇത്തരം ചില സ്വാതന്ത്ര്യക്കുറവുണ്ട്. അതിന്റെ പേരാ ബന്ധനം. അതിനെ തുരത്താൻ ഒരേ ഒരു വഴി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന് കഴിയാത്ത സംഗതികളില്ല. ആ മഹാദൈവത്തിന്റെ പുത്രൻ ഇന്ന് തന്റെ പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. ആ ക്രിസ്തുവിലേക്ക്, അവിടുത്തെ രക്തത്തിലേക്ക് നമ്മെ ചേർത്തലിയിച്ചുകൊണ്ട് പറയണം, എനിക്ക് ഉണർന്നേ പറ്റൂ, എനിക്ക് ശക്തിപ്പെട്ടേ പറ്റൂ. ഞാൻ ഇങ്ങനെ ഇരുന്ന് വീർപ്പുമുട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു, എൻ്റെ ആനന്ദം നഷ്ടപ്പെടുന്നു. ഒരു ജഡമിരുന്ന് പാടുന്നത് പോലെ ഞാനായി. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്വോത്രകാഴ്ചയുണ്ട്. അങ്ങനെ കൂടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസവും നഷ്ടപ്പെട്ടു. സ്റ്റേജ് മുതൽ കാണാം വിശ്വാസക്കുറവ്. എന്താ ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പ്രശ്നമില്ലല്ലോ. വിശ്വാസത്തെക്കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്ര കാഴ്ച വരുമ്പോൾ പറയും, ഇവിടെ പാട്ടുകാരുണ്ട്, മൈക്കുണ്ട്,
ചിലവുണ്ട്. അതുകൊണ്ട് കിലുങ്ങാത്തൊരു സ്തോത്ര കാഴ്ച. ദൈവത്തിന് പ്രവർത്തിക്കാൻ പിന്നെ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ വഴി ഈ പാത്രം വഴിയല്ല. സന്തോഷമില്ല? അതവിടെ ഇരുന്നോട്ടെ, അതിൽ നമ്മൾ ചെലവിടണം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. വിശ്വാസിക്കും പാസ്റ്റർമാർക്കും എല്ലാം ബാധക. വിശ്വാസത്താൽ. അതാ നമ്മുടെ വഴി. അതിൽ കുറഞ്ഞു പോയി നമ്മൾ. ഘട്ടം ഘട്ടമായി മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ പോലും മറ്റൊരാളോടാ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, നമുക്ക് വയ്യ. വിശ്വാസം അവിടെ മുതൽ കുറയുക. നീ പിന്നെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പൂർവികരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് അറിയണ്ടേ? 7-8 മക്കളുണ്ട്. എല്ലാവരും ദൈവസന്നിധി നിൽക്കണം, ദൈവമക്കളാകണം. അതോടുകൂടി അത് മാത്രമല്ല ദൈവം കൊടുത്തേ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരം. നമ്മളെ മക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആകപ്പാടെ ഡോക്ടറാകണം. ഡോക്ടറാകുന്നുണ്ട്, അവൻ ഡോക്ടറും ആകും, നമ്മൾ രോഗിയും ആകും. ഒരച്ചായൻ അടുത്ത കാലത്ത് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ജയിച്ചപ്പോൾ ഞാൻ തോറ്റുപോയി, കാശ് മുടക്കി. പിന്നെ അതിൻ്റെ ടെൻഷൻ, ലോണിൻ്റെ ടെൻഷൻ, ഇങ്ങനെ നടക്കുക. എന്താ കാര്യം? ഇവർക്ക് വേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചില്ല. അവർക്ക് ഏറ്റവും വേണ്ടത് അവർ ദൈവമുള്ളവരാകണം, കർത്താവിനെ സാക്ഷിക്കണം, ദൈവമക്കളായിരിക്കണം, അവരുടെ പാർട്ട്ണർ അതുപോലെ ആയിരിക്കണം. ജോലി സമ്പത്തും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. ജോലിയുണ്ട്, സമ്പത്തുണ്ട്, വേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് സന്തോഷമില്ല പല കുടുംബത്തും. കാരണം അറിയോ? നല്ല പഠിപ്പൊക്കെ ഉള്ള പിള്ളേരാ. പല കക്ഷികൾക്കും പലതരം പ്രശ്നങ്ങളാണ്. ഒന്നീ ഡിപ്രഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മാനിയ. മാനിയായും ഡിപ്രഷൻ കൂടെ ഒരുമിച്ച് വരുന്നതിൻ്റെ പേരാണ് ബൈപ്പോളാർ. ഒത്തിരി കാര്യമുണ്ട് അതൊക്കെ. ഇങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുന്ന കുട്ടികളെ നിർബന്ധിച്ച് നമ്മൾ അവനെ പഠിക്കാൻ കഴിയാത്തവനെ നിർബന്ധിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ചാറ് ഊറ്റി പഠിപ്പിച്ച് ഇത് അവൻ്റെ ബാക്കി കാര്യശേഷിയെല്ലാം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് അവസാനം എന്താ നേട്ടം? സമ്പത്തിനെക്കുറിച്ച് ഇതാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ചില ആളുകൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, ഒരു ക്രമവും ഇല്ലാതെ ഉണ്ടാക്കുക. നിങ്ങളുടെ പക്കലേക്ക് ഒരു പൈസ കിട്ടുമ്പോൾ അത് തന്നവൻ്റെ കൂടി മാനസികാവസ്ഥ, അവനിതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കാറുണ്ടോ? അത് ഞെരടിപ്പിടിച്ചത് കുറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹം അവൻ്റെ കൈ കൂടെ ആണെന്ന് തെറ്റിദ്ധരിച്ചു നമ്മൾ, അല്ലേ? നമുക്കൊന്ന് തിരിച്ചു വരണം. സന്തോഷമില്ലേ? ഇനി ചില കാര്യങ്ങളൊക്കെ ഇങ്ങനൊന്നും മാറട്ടെ. അത് ഉണർവിൻ്റെ തുടക്കം. അത് സൗണ്ടിൽ ഏതാണ്ട് പണി തന്നല്ലോ മോനെ. സൗണ്ട് ആദ്യം കണ്ടോല്ലല്ലോ, ഏതാണ്ടൊക്കെ പണി കിട്ടുന്നുണ്ട്. ആ മറ്റൊരു തെല്ലും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോഴതാന്നേ. മിക്സിംഗ് ഒന്നും ആകുന്നില്ല, ഒരു എഫക്റ്റൊക്കെ തന്നാട്ട്. അപ്പോൾ നമുക്ക് മഹത്വത്തിലേക്കൊന്ന് തിരിച്ചു വരാം. കർത്താവായ യേശു എന്ന വ്യക്തിത്വത്തെ ഒന്ന് പഠിക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലൊരു പഠനം നടത്തിയാൽ ലോകചരിത്രത്തെ, അതിൻ്റെ തുടക്കം ഉൽപ്പത്തി എന്നാണല്ലോ നമ്മുടെ വീക്ഷണത്തിൽ അതങ്ങനെയാണ്. ഞാൻ കുട്ടികളോട് പറയുകയാണ്, ഒരു ഡയഗ്രാം വരയ്ക്കണം ഇതേക്കുറിച്ച്, ഇങ്ങനൊരു വര, എന്നിട്ട് ഇതെല്ലാം ഒരു അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു ട്രീ, അല്ലെങ്കിൽ ഡയഗ്രാം ഇങ്ങനെ. അപ്പം ആദിയിൽ ദൈവം സ്വർഗ്ഗഭൂമികളെ സൃഷ്ടിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ, അതെല്ലാം അടയാളപ്പെടുത്തി വാക്യം എഴുതി ഇങ്ങനെ അങ്ങോട്ട് പോയി നമുക്ക് നോഹയെ കിട്ടും. ആദവഹവന്മാരെ പണ്ടേ കിട്ടി, നോഹയെ കിട്ടി, അബ്രഹാമിനെ കിട്ടി, അങ്ങനെ കിട്ടി യേശുവിനെ കിട്ടി, അല്ലേ? ആ വരച്ച് ഈ കൺവെൻഷൻ വരെ എത്തിക്കാൻ വേണമെങ്കിൽ ആ ക്രമം ഇച്ചിരി പണിയുണ്ടെന്നേ ഉള്ളൂ, അല്ലേ? ഇവിടെ വരാ. അത് കഴിയുമ്പോൾ ഒരു സംഭവമുണ്ട്, ഉൽപ്രാവണം, അല്ലേ? അപ്പോൾ ഉൽപ്രാവണം വരാനിരിക്കുക ഇങ്ങനെ അങ്ങോട്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി
ഉൽപ്പത്തി പഠിച്ചുകൊണ്ടിരിക്കുമ്പം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളിനോടൊരു ചോദ്യം. സമ്മതിച്ചു, ഈ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു കാര്യം? ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കും. പണ്ടത്തെ അപ്പച്ചന്മാർ പറയും ഇരിയട അവിടെ എന്ന് പറയും. കേട്ടോ, അവൻ്റെ അപ്പനെ വിളിച്ചു പറയും കൊച്ചുകുഞ്ഞെ ഇവനെ സൂക്ഷിച്ചോണമെന്ന് പറയും. അങ്ങനെയുള്ള ദോഷം അവർക്കുണ്ടായിരുന്നല്ലേ. പണ്ടൊക്കെ ഒരു ക്ലാസ്സുണ്ട്, ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ചാർട്ട്, ഒരപ്പച്ചൻ കുളി കഴിഞ്ഞ് തണുത്ത് നിൽക്കുന്ന പോലൊരു പടം അല്ലേ, പിന്നെ കൂടാരോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുഴപ്പം ഇത്രയുള്ളൂ, ഒരാൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ ഉടക്കുണ്ടാക്കും, ഭയങ്കര പ്രശ്നമാണ്. മോശയോട് അന്നത്തെ ജനത്തിന് ഈ ചോദ്യം ചോദിക്കണമെന്നുണ്ട്. അച്ഛാ സംഗതി ശരി, അതിന് മുമ്പ് എന്താ? മോശയ്ക്കും അതറിയില്ല. നമുക്കറിയില്ല, ഇപ്പോൾ എന്ത് ചെയ്യും അല്ലേ, അറിയില്ല. പക്ഷെ മോശ ഒരു ദിവസം അതിന് ഉത്തരം പറഞ്ഞു. അഹരോൻ മരിച്ചു കിടക്കുന്നതിൻ്റെ അന്നൊരു പാട്ട്, ആ പാട്ടിൻ്റെ ഉള്ളിൽ പറയാ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. കണ്ടോ, ഉൽപ്പത്തിക്ക് അപ്പുറത്തെ ചാടി. അത്രയും കിട്ടി. പിന്നെ ഒരു കുസൃതിക്കാരൻ ചോദിക്കുക അതിനു മുമ്പ് എന്തായിരുന്നു? അത് കേൾക്കാൻ നിൽക്കുമ്പം മോശം മരിച്ചു പോട്ടെ. പക്ഷെ നമുക്ക് ഉത്തരം തന്ന ആള് യോഹന്നാനാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, അതിനപ്പുറത്തിറങ്ങി അങ്ങ് എന്ന്. അപ്പം നമ്മൾ ഡയഗ്രം വരച്ച് അങ്ങോട്ട് നിൽക്കുമ്പോൾ ആത്മികൻ ഡയഗ്രത്തെ വരച്ച് അങ്ങോട്ട് മാറ്റുക. ഭൗതിക കണ്ണുകൾ കൊണ്ട് ലോകത്തെ നോക്കിയാൽ നമ്മൾ മുമ്പോട്ടാണ് പോകുന്നതെങ്കിൽ ആത്മികന്റെ ചരിത്രം ഭൂതകാലത്തെ തിരിച്ചു പിടിക്കുക, ഇന്നലകളെ തിരിച്ചു പിടിക്കുക. പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു, ഭൂതകാലത്തിലേക്കുള്ള ആ തിരിച്ചുപോക്ക് എന്ന് അവിടേക്ക് ചെല്ലുക. യേശു പ്രാർത്ഥിക്കുക, പിതാവേ ലോകാരംഭത്തിനു മുമ്പ് നിൻ്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വം. നമ്മളിത് ഇങ്ങോട്ടും പോയി. യേശുവിൻ്റെ വരവ് നമ്മൾ ഇവിടെയാണ് തപ്പിയത്, പക്ഷെ സംഗതി ഇവിടെ കിടക്കുന്നത്, ഉൽപ്പത്തിയുടെ പുറകിൽ. മനസ്സിലായോ? അപ്പോൾ ഉൽപ്രാവണം ദേ വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉൽപ്രാവണം ദണ്ട് ഇവിടെ എന്ന് പറഞ്ഞാലും ശരിയാ. അപ്പോൾ പിന്നെ എങ്ങനെ അവിടെ ചെല്ലും? നമ്മൾ ഇങ്ങോട്ടേ നമുക്ക് പോകാൻ പറ്റുമോ? ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? മനുഷ്യന് പറ്റില്ല. ഇങ്ങോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് പ്രായം, റിവേഴ്സിൽ വരാൻ വഴിയില്ല. എന്നോടൊരുത്തൻ പരിണാമമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചാണ്, ഞാനൊരു ഭ്രൂണമായി രൂപപ്പെട്ടു, വളർന്ന് ഈ പ്രായം വരെ എത്തി. പ്രായം തൽക്കാലം ഇപ്പം നിങ്ങളോട് പറയുന്നില്ല, അടുത്ത വർഷമൊക്കെ യോഗത്തിന് വിളിക്കണമല്ലോ അതിനു വേണ്ടി. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പരിണമിച്ചോ അല്ലെങ്കിൽ മ്യൂട്ടേഷനോ ഒക്കെ കൊണ്ട് ഇങ്ങനെ ആയെങ്കിൽ ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് എനിക്കൊരു തിരിച്ചുവരവുണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ഞാൻ താഴോട്ട് ഒരു ഭ്രൂണമാകണ്ടേ? ആ തിയറി പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു. നീ തെളിവ് ചോദിക്കുന്ന ആളല്ലേ, കാര്യം പറഞ്ഞിട്ട് പോകും. ആശാൻ വിഷമിച്ചു. എൻ്റെ കഴിവല്ല, ഞാൻ അടുത്തൂടെ പറയാം. ഒരു പരമാണു വികാസം പ്രാപിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് ലോകം മുഴുവനായി. ബിഗ് ബാങ് സമ്മതിച്ചു. ഇത് ന്യൂട്ടൻ്റെ 3-ാം ചലനം അനുസരിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു. തിരിച്ച് ഈ റിവേഴ്സ് ആക്ഷൻ വന്ന് ഇതുപോലെ ആവുമെന്ന് പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. ഇല്ല, കാരണം നമുക്ക് ഭൂതകാലത്ത് ജീവിക്കാൻ ഒക്കിയില്ലെന്ന്. പറ്റുമോ? പറ്റില്ല. ഭൂതകാലത്ത് നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം മാത്രമാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത്. ഡോക്ടർ പണി എന്താണെന്നറിയണ്ടേ? നമ്മളെ ഭൂതകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അതായത് രോഗമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങളിരുന്നില്ലേ, അതുപോലെ നിങ്ങളെ ആക്കുന്നതിന് വേണ്ടി ഈ സ്റ്റിച്ചിടുന്നത്. കയ്യെ കൂട്ടി തുന്നുന്നത് എന്തിനാ? മുറിവ് പോകണല്ലോ. മുറിവില്ലാതെ ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു, ഇതുപോലാക്കണം. പൂർണ്ണമായിട്ട് വിജയിക്കുകയില്ല, ശരിയല്ലേ? ഒരുവിധം വിജയിക്കും. ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. പുള്ളിയുടെ ആഗ്രഹം എന്താ? ഭൂതകാലത്ത് മനുഷ്യനെ ആക്കുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രക്രിയ. കാരണം ഇന്നുവരെ കാണാതിരുന്നപ്പോൾ ലൂക്കോസിനോട് ഒരിക്കൽ പൗലോസ് പറയാ, അങ്ങനെ ഒരാളുണ്ട്, വാ കാണാം.
അവനെ കണ്ടപ്പോൾ എഴുതിയതാ ലൂക്കോസ് തൻ്റെ സുവിശേഷം. എന്നിട്ട് പീലാത്തോസിൻ്റെ കൊത്രത്തിൽ നിൽക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ച് ലൂക്കോസ് പറയുക, ഇതാ ആ മനുഷ്യൻ, ഇതാ നിങ്ങൾ തിരഞ്ഞ ആ മനുഷ്യൻ, ഭൂതകാലത്തെ തിരിച്ചു പിടിച്ച ആ മനുഷ്യൻ ദാ ഇവിടെ നിൽക്കുന്നു. പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന ആ മഹത്വത്തിലേക്കുള്ള തിരിഞ്ഞുള്ള നടപ്പ് അത് വിജയിപ്പിച്ചവൻ അവിടുന്ന് മാത്രമാണ്. അപ്പൊ കാലത്തെ മുമ്പോട്ടും പിമ്പോട്ടും ചലിപ്പിക്കാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ പുത്രനെയാ നമ്മളെന്ന് വിളിക്കുന്നതെങ്കിൽ നഷ്ടങ്ങളെ തിരിച്ചു തരുന്ന ആ കരുത്തുറ്റ ദൈവപുത്രന്റെ സാന്നിധ്യം ഇത് നമ്മുടെ കൂടെയുണ്ട്. ഒരു നിരാശയും വേണ്ട, ഒരു ഭാരവും വേണ്ട. ഇതാ പ്രവർത്തിക്കുന്ന യേശു, നമ്മുടെ കൂടെ നിൽക്കുന്ന യേശു. അവൻ ഭൂതകാലത്തിലേക്ക് ചെന്ന് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ പറയാ, ഞാനിരിക്കുന്ന ഇടമായ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നമ്മളെ ഇരുത്തുന്നു. അപ്പം നമ്മുടെ പോക്ക് ഇങ്ങോട്ടല്ലെന്ന് വെളിപ്പാട്, വേണ്ട അങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്ന്. അപ്പോൾ ചാർട്ട് നമുക്കൊന്ന് മാറ്റിയാൽ പണി റെഡിയാവും. ഈ ഡയഗ്രം ഒന്ന് മാറ്റിയൊരു വൃത്തം വരച്ചാൽ മതി, സംഗതി ശരിയാവും. നമുക്ക് തണ്ടി ഇങ്ങനെ വരാം, കർത്താവ് തണ്ടി ഇങ്ങനെ. അങ്ങനെ കർത്താവും നമ്മളും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലത്തിൻ്റെ പേരാ ഉൾപ്രാവണം. കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ മധ്യാകാശത്ത് 7 വർഷമോ 7 വർഷമെന്നാണ് കേട്ടെ. ഞാനൊരാളുടെ ചോദിച്ചു, അന്ന് കലണ്ടർ മനോരമ തന്നെയാണോ? അതിനൊരുത്തൻ ഫേസ്ബുക്കിലിട്ട് തന്നെ ഊടുപാട് തെറി പറഞ്ഞു. ചില ഈ സംവാദം നടത്തി തെറി പറഞ്ഞു തീർക്കുക. ദാവീദ് പറഞ്ഞ പോലെ ഞാനൊരു ചോദ്യമല്ല ചോദിച്ചുള്ളൂ. എൻ്റെ കാരണം പറയാം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിന് ഭൂമിയിൽ നിന്നുള്ള അകലം 33 പ്രകാശവർഷം വേഗതയാണ്. അകലമാണ്. പ്രകാശവർഷം അറിയാമല്ലോ അല്ലേ? എന്താ, സൂര്യനിൽ നിന്നൊരു സൂര്യരശ്മി ഇങ്ങോട്ട് പുറപ്പെട്ട് ഭൂമിയിൽ പതിക്കാനെടുക്കുന്ന സമയം, അതിൻ്റെ വേഗത കണക്കൂട്ടണം. 33, വെറും 33 പ്രകാശവർഷം. നമുക്കവിടെ വരെ ഒന്ന് പോയി വരണമെങ്കിൽ ഇതുപോലൊരു വാഹനം ഉണ്ടെങ്കിൽ 33 വർഷം മതി. അങ്ങോട്ട് 33, ഇങ്ങോട്ട് 33. ഇതുപോലൊരു വാഹനം വേണം. ഇങ്ങനെയൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചാനലുകാരൻ പറയുക, ഇന്ത്യ പ്രകാശ വേഗത്തിൽ അയക്കുന്ന മിസൈലുകൾ കണ്ട് പാകിസ്ഥാൻ നടുങ്ങി വിറക്കുകയാണ്. യുവമാരായി വാർത്ത വായിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ പ്രകാശവർഷത്തിൽ വേഗത്തിലൊന്നും ഉള്ള ഉപകരണമൊന്നും ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു ഉപകരണം ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ ഈ വേഗത്തിലൊരുത്തനും പോയി. ഒരാൾ ഇവിടുന്ന് പോയെന്ന് വിട്ടിരിക്കുക. ആളിന് 30 വയസ്സ്. പുള്ളി പോകുമ്പോൾ 6 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലും കൊണ്ട് പഠിക്കുക. ഇയാൾ പോയി അതേ വേഗത്തിൽ തിരിച്ചിഞ്ഞ് വരുമ്പോഴേക്കും പയ്യന് പ്രായം എത്രയെന്നറിയോ? 66, 6, 72. പോയി വന്നവന് പ്രായമായിട്ടില്ല താനും. കാരണം എന്താ? ഈ കറങ്ങുന്ന ഭൂമിയിൽ നിന്ന് നമ്മൾ പൊങ്ങിയപ്പോഴേ കാലം മാറി. 24 hours എന്നുള്ള സിസ്റ്റം മാറിപ്പോയെന്ന്. ഞാനതിന് വിധേയനല്ലെന്ന്. ഇവിടെ ഈ കറക്കം നടക്കുമെന്ന്. ഞാനങ്ങ് പോയി. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ 72 വയസ്സുള്ള ഒരു കാരണവർ ചോദിക്കുക, ആരാ അത്? ചില അപ്പച്ചന്മാരില്ലേ പ്രാർത്ഥിക്കേണ്ട വരാൻ വഴിയെ പോകുന്ന മനുഷ്യർ, ആരാ? ഇവർക്ക് തെരഞ്ഞിട്ട് എന്നെ കാണിക്കാനാ? SIR പേര് തീർക്കാൻ പോകണോ? അവരല്ലേ പോട്ടെ. ആരാതെന്ന് ചോദിക്കുക. വന്നേക്കുന്ന ആരാന്നറിയോ? എൻ്റെ അപ്പനായി വന്നേക്കുന്നേ, നല്ല ചെറുപ്പക്കാരനായിട്ട്. മോൻ എത്ര വയസ്സായി? 72. അതാ ഞാൻ ചോദിച്ചേ, സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോഴേ ഭൂമി അതിൻ്റെ കറക്കം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും 7 വർഷമോ? എന്തിനാ ഇത്രയും പറഞ്ഞേ? ഒക്കെ നിങ്ങൾക്ക് പതുക്കെ പഠിക്കാൻ അവസരം കിട്ടട്ടെ, അതിനു വേണ്ടി പറഞ്ഞാണ്. അല്ലേ ലിയ? അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്തു പറ്റി? ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടുത്തെ മഹത്വം എന്താണെന്ന് അറിയണ്ടേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രനില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ശല്യ പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒരാളാണെന്ന്. ആള്
ഓരോ കാലഘട്ടത്തിൽ രൂപം മാറി വന്നു. അതായത് നമ്മൾ രാവിലെ ഒരുത്തനെ സ്കൂളിൽ അയച്ചു ആഗസ്റ്റ് 15-ന്. അവൻ പപ്പടം തലയിലൊട്ടിച്ച് ഗാന്ധിജിയായി. നമ്മൾ റോബർട്ട് എന്ന് പറഞ്ഞ് പോയവനാ. അവിടെ ചെന്നപ്പോൾ റോബർട്ട് ആരായി? ഗാന്ധിജി. വൈകിട്ട് നാടകമായപ്പോഴത്തേന് ഇവൻ ഗോഡ്സെയുമായി. ആള് മാറുന്ന ജാലവിദ്യ അല്ലെന്ന്. 179 വാക്യങ്ങൾ ബൈബിളിൽ. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ്, ഇങ്ങനെ 179 റെഫറൻസുകൾ ബൈബിളിലുണ്ട്. അതിൽ 40 യോഹന്നാനില്ല. ഇതൊക്കെ കണ്ണിച്ചുകൊണ്ട് ഈ 3 ഒരാളാണെന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞാനിതിൻ്റെയൊക്കെ ചർച്ച നടക്കുന്നൊരു കാലത്ത് ഈ യേശു തന്നെ ആ പിതാവെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരെ ഇന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ മോനോട് പറഞ്ഞ് ഒരു ട്രോളുണ്ടാക്കി. അത് അവരുടെ യേശു ഗെത്സമനയിലിരുന്ന് പ്രാർത്ഥിക്കുക, പിതാവേ ഇത് ഞാനാ എന്ന് വെച്ചാൽ നീ തന്നെയാ. നീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ഞാനെന്ന് പറഞ്ഞാൽ നീ. ക്രൂശി കിടക്കും പറയാ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ്, എൻ്റെ പുത്ര, എൻ്റെ പുത്ര എന്ന് പറഞ്ഞാലും മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരാളാണെങ്കിൽ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുള്ള തിരിച്ചു പറഞ്ഞാൽ മതിയില്ല. നിൻ്റെ ആത്മാവിനെ ഞാനിങ്ങെടുക്കുന്നു. ശരിയാവുമോ? ഇനിയും പറയാം. പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര വേദിക്കാനും യോഗ്യനാരുള്ളൂ എന്നൊരു ചോദ്യം ഒരുത്തനെയും കണ്ടില്ല. ഒരു റൈറ്റ് റെവറൻഡ് അട്ടർമോസ്റ്റ് പരിശുദ്ധനും അവിടെ ഇല്ല. അപ്പോൾ ഇതാ വരുന്നു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പക്കൽ നിന്ന് തുറന്ന ഈ ചെറു പുസ്തകം, ഈ പുസ്തകം ഇഞ്ഞു വാങ്ങി, മുദ്രയിട്ട പുസ്തകം. ഈ പുസ്തകം ഒരാൾ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു. രണ്ടും ഒരാളാണോ? രണ്ടും ഒരാളാണ്. ഇത്തരം പറഞ്ഞാൽ മതി. ഈ പുസ്തകം അതിലെ മുദ്രയും ഭേദിക്കാൻ യോഗ്യൻ ആരുള്ളൂ? ഈ ഞാനുണ്ടെന്നുകൊണ്ട് പോക്കറ്റിൽ ഇട്ടാൽ മതി. പോക്കറ്റിലിടുകയായിരുന്നോ? അല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലോകാരംഭത്തിനു മുമ്പ് ഇതിലേക്ക് പുത്രൻ തിരികെ ചേരുമ്പോഴേ സഭ തൻ്റെ കാന്തയാകുന്ന സഭ ഇന്ന് ഭൂമിയില്ല. ഈ ജനകോടികളെ ആദമ്യകുലത്തെ നേടാൻ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ ദൈവികതയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം കേട്ടോ. ദൈവത്തിന് സ്ഥലം, കാലം, പദാർത്ഥം, ഊർജം ഇത് ബാധകമല്ല. മനസ്സിലായില്ല? നമുക്ക് സ്ഥലവും കാലവും പദാർത്ഥവും എല്ലാം ബാധകമാണ്. കാരണം എനിക്ക് സ്ഥലവും കാലമൊക്കെ ബാധകമായതുകൊണ്ടാണ്. സമയമൊക്കെ ബാധകമായതുകൊണ്ട് പാസ്റ്ററിനെ വിളിച്ച് എവിടായി ചോദിക്കുന്നതുകൊണ്ടാണ്. സമയം ബാധക, സ്ഥലം ബാധക, പദാർത്ഥം ബാധക. ശരിയാണോ? ഊർജം വേണം, എങ്കിലേ ചലനം നടക്കുള്ളൂ. ഫിസിക്സിൻ്റെ തിയറി അതല്ല. പക്ഷെ ദൈവത്തിന് സ്ഥലം ബാധകമല്ല. ഉദാഹരണം, നമ്മളിത് പ്രാർത്ഥിക്കുക, ദൈവമേ നിൻ്റെ സാന്നിധ്യം ഇന്ന് ഇവിടേക്ക് അയക്കണമേ, ഇവിടേക്ക് അയക്കണേ. അപ്പോൾ ദൈവം പറയാ, കുഞ്ഞെ ഞാനിപ്പോൾ ഒക്കലഹവുമായില്ല, അതുവഴി വരുന്നുണ്ട്, അവിടേക്ക് ഇറങ്ങാം. അപ്പോൾ ദൈവമാകുമോ? ഇല്ല. ഇത് ആൾ ദൈവങ്ങളുടെ പ്രശ്നം വേറെ പിണക്കമൊന്നും എനിക്കുണ്ടായിട്ടല്ല. അവർക്ക് സ്ഥലം, കാലം, പദാർത്ഥം, എനർജി ഇത്രയും വിഷയമാണ്. പിടികിട്ടിയോ? സ്ഥലം ബാധകമല്ല, സകല ഇടത്തും സർവവ്യാപി, സർവശക്തൻ, സർവജ്ഞാനി, ഇതാണ് ദൈവം. പക്ഷെ നമ്മളൊക്കെ ദൈവമായി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്നറിയണ്ടേ? ഐക്യരാഷ്ട്രസഭയിലൊക്കെ ചെന്നിട്ട് മലയാളത്തിലാണ് പ്രസംഗം തട്ടുന്നത്. സർവജ്ഞാനിയായി ഇംഗ്ലീഷ് അറിയത്തില്ല. നിങ്ങൾ പഠിച്ചൊരു കാര്യം, ഇത്തരം കക്ഷികൾക്ക് പരമാവധി 2ാം ക്ലാസ്സാണ് പഠിത്തം. അതവരെ കുഴപ്പമില്ല. അവർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് ജയിക്കുകയില്ല. ആ ദീർഘദൃഷ്ടി പ്രകാശിച്ചപ്പോഴേ തീരുമാനിച്ചു ഇപ്പോഴേ നിർത്തിയേക്കാം. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. അപ്പം നിങ്ങൾ ഇതേ ഒരു ചോദ്യം എന്നോട് ചോദിക്കുക, സുഹൃത്ത് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ പലതും പറഞ്ഞ് വിമർശിച്ച കൂടെ. ഞാൻ വിമർശിച്ചല്ല, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ യേശുവിന് പ്രായമില്ലേ? പാലസ്തീനിയായി ജനിച്ചില്ലേ? ബേത്ലഹേമി സ്ഥലവും കാലവും സമയമൊക്കെ ബാധകമായിരുന്നോ? നിങ്ങൾ പറ, സ്ഥലം, കാലം, പദാർത്ഥം ബാധകമായിരുന്നോ?
യേശുവിന് ബാധകമായിരുന്നു. അതിനാ 33.5 വയസ്സെന്ന് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടപ്പോൾ പദാർത്ഥം ബാധകമായെന്ന് വേദന അനുഭവിച്ചു. അപ്പം പിന്നെ യേശു ദൈവമാകോ? ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. സ്ഥലം, കാലം, പദാർത്ഥം, ഊർജമതമായ എനർജി, ഇത് ബാധകമാകേണ്ടതില്ലാത്ത ആത്യന്തികനായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം കാലത്തിനും പദാർത്ഥത്തിനും അതുപോലെ സമയത്തിനും എനർജിക്കുമൊക്കെ വിധേയനായതിൻ്റെ പേരാ യേശു ക്രിസ്തു. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്ഥലത്തിന് വിധേയനായി, കാലത്തിന് വിധേയനായി, പദാർത്ഥത്തിന് വിധേയനായി, എനർജിക്ക് വിധേയനായി. എന്തുകൊണ്ടാ? മക്കൾ ജഡരക്തങ്ങൾ കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി മരണാധികാരിയുടെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി രക്ഷ നൽകാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി വെളിപ്പെട്ടു. അപ്പോഴേ ഒരു കാര്യം ചേർത്ത് പറയണം. നമ്മുടെ കർത്താവിന് ഒത്തിരി പേരുകളുണ്ട്. ഇമ്മാനുവേൽ എന്നും യേശു ക്രിസ്തു എന്നും ക്രിസ്തു യേശുവെന്നും യേശുവെന്നും ഇല്ലേ? ദൈവപുത്രൻ, അത്ഭുത മന്ത്രി, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികം എൻജോയ് ചെയ്ത പേരെന്താണെന്നറിയണ്ടേ? മനുഷ്യപുത്രൻ. നമ്മളൊക്കെ ചോദിച്ചാൽ മനുഷ്യപുത്രൻ. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു അല്ലേ? തന്നിൽ ആരെങ്കിലും കയറി ദൈവമേ എന്നൊക്കെ വിളിച്ചാൽ കർത്താവ് ചൂടാവുമായിരുന്നു. നല്ലവനായ ഗുരു, അതൊന്നും വേണ്ട. നമ്മളാണ് എന്താ ചെയ്യുന്നത്? അതിപ്പോൾ മനുഷ്യരെന്നെ അങ്ങനെ ബഹുമാനിക്കുന്നതിന് ഞാൻ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ജനം എന്നെ അങ്ങനെ അങ്ങ് കാണുക, വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ യേശുവിനെ കയറി ദൈവമേ, ദൈവപുത്ര എന്നൊക്കെ വിളിച്ചാൽ വേണ്ട. ഒരു തവണ വിളിച്ചു, ഗുരോ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. നിക്കോദിമോസ്, എൻ്റെ കൂട്ടുകാരാ, നീ വീണ്ടും ജനിക്ക് പോ. ചുമ്മാ നിന്നുകൊണ്ട് സംസാരിക്കാതെ പോകാൻ കെട്ടോട്ട് അടിക്കുന്നല്ലോ, അവനെയും വിട്ടു. നമ്മളാണ് എന്ത് പറഞ്ഞേനെ? ഈ നിക്കോദിമോസിൻ്റെ പ്രസംഗം കേട്ട് പത്രോസിനെ വിളിക്കും. പത്രോസിഞ്ഞ് വന്നേ കേട്ടോ, വക്കീൽ പറഞ്ഞ കേട്ടായിരുന്നു, ഇതിൽ വക്കീലാ. എടാ, ഈ നാട്ടിലെ സാധാരണക്കാർക്കൊന്നും എന്നെ മനസ്സിലാകത്തില്ല, എന്നെ അറിയണേ ഇതുപോലെ വിവരമുള്ളവൻ വരണമെന്ന്. ഞാൻ വർഷങ്ങൾക്കപ്പുറത്ത് അന്നൊക്കെ ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മളിവിടെ തങ്ങുന്ന പതിവാണ്, അങ്ങനത്തെ ഒരു ശിക്ഷ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെ ഒരു കൊച്ചു 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്. ആ കുഞ്ഞ് രാത്രിയിലെങ്ങാണ്ട് കിടന്നങ്ങ് അലറി ബഹളം വെച്ചപ്പോൾ ഈ അമ്മ ഉറക്കുന്നു, അപ്പൻ ഉറക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവസാനം ഈ അപ്പൻ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങിക്കുക എന്നൊക്കെ അവർ കേൾക്കാതെ വന്നപ്പോൾ ഈ 3 മാസം പ്രായമുള്ള കൊച്ചിനോട് ഇവൻ പറയുക, അടിച്ച് നിൻ്റെ ചെവിക്കുറ്റി ഞാൻ പോയിക്കും. നിനക്കറിയത്തില്ല ജോസ് ആരാന്ന്, ഇവിടെ തിരക്കണമെന്ന് നീ ഇറങ്ങി. എൻ്റെ നേരെ ഒരുത്തരും ഇന്നുവരെ നിൽക്കാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല. നിനക്കെന്നെ മനസ്സിലായില്ലത്. എത്ര മാസം പ്രായമുണ്ട് കൊച്ചിന്? 3 മാസം. ഞാനോർത്ത് ദൈവമേ, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഈ ജോസ്. എൻ്റെ ആ ബോധമേ ചിലക്കിങ്ങനാന്നേ. നമ്മൾ അവനെക്കുറിച്ച് അറിയണം, എവിടെ തിരക്കണമെന്ന്. ചില പറയലേ, എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ ഉള്ളതെന്ന് അറിയത്തില്ല, തിരുവനന്തപുരത്ത് തിരക്കണമെന്ന്. പിന്നെ എന്തോ ഒരു അത്യാവശ്യം എവനെയും തിരക്കി നമ്മൾ പോവുക, ആരാന്നറിയാൻ. നമുക്കിതും കൊണ്ടൊന്നും ആവശ്യമില്ല, ഇവനെ തിരക്കിട്ട് എന്താ കാര്യം അല്ലേ? യേശുവിനെ വിളിക്കുക, നല്ലവനായ ഗുരു. മക്കളവിടെ ഇരുന്നേ, നല്ലവളായ കുഞ്ഞവിടെ ഇരുന്നേ, അവിടെ നേരെ. അപ്പോൾ മകളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇന്ന് രാത്രി ആ സീബ്ര ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, സീബ്രയുടെ ഉടുപ്പിട്ട ആൾ. അപ്പോൾ ഈ നല്ലവനായ ഗുരു എന്ന് പറഞ്ഞപ്പോഴും വിട്ടു. ഇത് കേട്ടാൽ യേശു ഒരു മനുഷ്യനല്ലേ? ആണെന്ന് സംശയിക്കേണ്ട ഒരു പക്ക മനുഷ്യൻ. അപ്പോൾ ദൈവമല്ലേ? ഞാൻ തന്നെ പറഞ്ഞല്ലോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, സമ്പൂർണ്ണ ദൈവം. പിന്നെ തന്നെ ഈ മനുഷ്യൻ എന്ന് പറയുന്നേ പറയാം. യേശുവിനെ ഒരുത്തരം കയറി വിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? മിണ്ടരുത് ശാസിച്ചു. കണ്ടോ, ദൈവം എന്ന് വിളിച്ച പ്രശ്നമാണ്. ഈ വിലക്ക് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ പറയുക,
നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ആ നീ പറഞ്ഞോളാൻ. അനുഭവിച്ച് വെളിപ്പാടുള്ളവൻ പറയണം ഞാൻ ആരാ. ബെർയുഹാനാശിമോൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. വെളിപ്പാടുള്ളവരാർക്കണം ഇത് ദൈവപുത്രനാ. അങ്ങനെ ആർത്താർത്ത് അവനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ പരീശന്മാർ നാവ് വിലക്കാൻ വന്നപ്പോൾ യേശു പറയുക, നിങ്ങളാർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും. ഇതാ ദൈവപുത്രൻ കൊടുക്കേണ്ട മഹത്വം. അവനെ തിരിച്ചറിയുന്നതാണ് ആ മഹത്വം. പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വം. മനസ്സിലായില്ലേ? ഇതാ നിർത്തുക. എന്തിനവൻ ഈ മനുഷ്യൻ എന്ന് പറയുന്ന അറിയണ്ടേ? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിശാച് യേശു എന്ന വ്യക്തിയുടെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് മനുഷ്യത്വത്തെയാണ്. മനസ്സിലായില്ല? യേശുവിൽ മനുഷ്യത്വമുണ്ട്, ദൈവത്വമുണ്ട്. പിശാച് പേടിച്ച് ഏതിനെയാ? മനുഷ്യത്വം. യേശു എന്ന മനുഷ്യനെ പേടിയാ. കാരണം പറയാം. യേശുവിനെ കണ്ടിട്ട് സാത്താനൊരു സംശയം, ഇവൻ തന്നെയാണോ എൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞു വെച്ച ആൾ. കണ്ടിട്ട് തോന്നുന്നില്ല ആണെന്ന്. കാരണം ക്ഷീണിച്ച് അവശനായി ഉപവസിച്ച് അവിടെ ഇരിക്കുക. പക്ഷെ ആളിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഒരു പവർ ഇങ്ങോട്ട് വെളിപ്പെട്ട് പേടി വരിക. തീരുമാനിച്ച് നാട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, നേരെ ചോദിച്ചു കളയാം. ഉപവസിച്ച് 40 ദിവസം കഴിഞ്ഞ് വിശക്കുന്ന യേശുവിൻ്റെ അരികിൽ വന്നിട്ടൊരു ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി കേൾക്കണോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യം ദൈവം, ഉത്തരം മനുഷ്യൻ. അവനന്ന് പോയി. അന്ന് മുതൽ അവൻ്റെ ഒരു സംശയമുണ്ട്, ഇതന്നെയാണോ? കാരണം പറയാം. യൂണിഫോമിൽ വരുന്ന ഒരു പോലീസുകാരനേക്കാൾ അപകടകാരിയാണ് മഫ്റ്റിയിൽ വരുന്നവൻ. കാരണം അറിയോ? യൂണിഫോമിൽ വന്നു എന്ന് വിചാരിക്കുക, സ്റ്റാറും ഒക്കെ വെച്ചൊരു വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ നിന്നാൽ അത്യാവശ്യം രക്ഷപ്പെടാനുള്ള വഴി എനിക്കും അറിയാം. നിയമങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും, സാറേ ഇന്നപോലെ കാര്യം പണ്ട് നടക്കില്ല സാറേ, നിയമാനുസൃതമേ പറ്റൂ. പക്ഷേ ഈ പുള്ളി പഠിച്ച കള്ളനോ രക്ഷയില്ല, പിടിച്ചേ പറ്റൂ. ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു ഇവനെ പിടിച്ചേ പറ്റൂ. ഇതൊരു അനുഭവം കൂടെ ഞാൻ പറയുന്നു. ഞാനൊരു ജയിൽ വിസിറ്റ് ചെയ്തു. ഇതൊരു കോറിഡോറാണ്. അവരെവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണം. അപ്പോൾ ഇവർ മനസ്സണ്ടേ വന്നാൽ മതി. ഓരോരുത്തർ വന്ന കൂടെ ഒരുത്തൻ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററാണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എനിക്ക് എനത്തെ കാണരുത്, പോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു പോലീസുണ്ട്, പുള്ളി പറഞ്ഞു നീ വേണ്ടേ പോക്കോ വരുന്നു. എന്നോട് ആ പുള്ളി സോറി പറഞ്ഞു. ഞാൻ സാരമില്ല, നമ്മളിതുപോലെ എത്ര എണ്ണത്തെ കാണുന്ന. പോരാന്നേരം ഈ പോലീസുകാരനോട് ചോദിക്കുക, സാറിന് മനസ്സിലായി അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല, അവന് ഒരു വെറുപ്പ് തോന്നി. പുള്ളി പറഞ്ഞല്ല, അവനേ ഒരു പോക്സോ കേസിൽ പ്രതിയായിരുന്നു, ആർക്കും അറിയില്ല, കുഞ്ഞിനെ കൊന്നു, ഉപദ്രവിച്ച് കൊന്നു. ഇവനാണെന്ന് ആർക്കും അറിയില്ല. ഇവനീ വടയും ചായയും ഒക്കെ ഒരു സൈക്കിളെ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ്. ഇവനെ എത്ര ശ്രമിച്ചിട്ടും തെളിവില്ല. അവസാനം ഇവൻ ഈ വട വിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു പാസ്റ്റർ ചെന്നു. ചായ മേടിച്ച് കുടിച്ചു, വടയും കഴിച്ചു, ക്യാഷൊക്കെ കൊടുത്തിട്ട് പേരുമൊക്കെ പരിചയപ്പെടും. നല്ല വടയാണല്ലോ. നിൻ്റെ മുഖത്തൊരു ദുഃഖം വിളയാടുന്നല്ലോ, എന്തൊക്കെയോ പറയാനുള്ള പോലെ. നിൻ്റെ മനസ്സിലൊരു കടലിരമ്പുന്നല്ലോ. ഇതെല്ലാം പറഞ്ഞു നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, നിൻ്റെ പിന്നിലൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അവൻ വീണുപോയി. പറഞ്ഞ് അവസാനം പുള്ളി പറഞ്ഞു, സാർ പറ്റിപ്പോയി. ഡീറ്റെയിലിംഗ് എല്ലാം എടുത്ത് ഇത് കേട്ട് കഴിയുകയും പാസ്റ്റർ വിധം മാറി. ഒറ്റ പിടി, ഒരു ചവിട്ട് ഇങ്ങനെ പിടിച്ചു, വിസിലടിച്ചു. പിന്നെ കിടക്കുന്നത് ഇതിനകത്താണ്. ഈ പാവത്താൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന പാസ്റ്ററാന്നല്ല, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അതിപ്പിന്നെ എനിക്ക് പ്രവാചകന്മാരെ പേടിയാണ്, നിങ്ങൾ സൂക്ഷിച്ചോണം. ചുമ്മാ വിളിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതേ പേടിച്ച് ആരാന്നറിഞ്ഞേച്ചു വേണം. നമ്മുടെ ഈ ഭാഷയിൽ അവർ പഠിച്ചു പോകും. ഡേയും ഡേറ്റും ഒക്കെ കൃത്യം പറയാൻ കാരണം കേസ് ഡയറി അയാളുടെ കയ്യിലിരിക്കുക, എല്ലാ സംഭവമുണ്ട്. ആ പാവം ഇപ്പോഴും
വിചാരണ കാത്ത് കിടക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ ഓർത്തിരിക്കുന്ന നമ്മളാരാണ്ട് പ്രവചിച്ചൊപ്പിച്ച പണിയാന്ന്. ഇത്രയൊക്കെ കൃപയുണ്ട് ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോഴൊരു കാര്യം മനസ്സിലായോ? യൂണിഫോമിൽ വരുന്ന പോലീസിനേക്കാൾ അപകടകാരി മഫ്റ്റിയിൽ വരുന്നവൻ. അവൻ തലയെടുത്തിരിക്കും. അതുകൊണ്ടാ പിശാച് ചോദിക്കുന്നത്, നീ ദൈവപുത്രനെങ്കിൽ അവനല്പം പേടിച്ചോട്ടെ എന്ന് യേശു പറയാ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ വല്യപ്പൻ പണ്ടേ പഴം ഭക്ഷിച്ച് നീ തോൽപ്പിച്ചു. ഇന്ന് വിശന്നിരിക്കുമ്പോൾ നീ അപ്പം വാഗ്ദാനം ചെയ്താൽ ഞാൻ തോറ്റുപോകുന്നു, നീ ഓർത്തോ. കരുത്തുറ്റൊരു ശരീരത്തോട് അങ്ങ് ഏദനിലായിരുന്നവനെ നീ തോൽപ്പിച്ചെങ്കിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്ന ഈ ശരീരം കൊണ്ട് നീ വെച്ചിരിക്കുന്ന കടമ്പകളെ എങ്ങനെ ചാടിക്കടക്കാം എന്ന് പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകത്തെ ഉരിഞ്ഞു വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായി വന്നത് കണ്ടിട്ട് നമ്മൾ വിളിച്ചു പറയുക, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടോ, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. മർമ്മം മനസ്സിലായോ? അപ്പം ഞാൻ നിർത്തുക. അങ്ങനെ ഈ ശരീരത്തിൽ വന്നുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെട്ട, യേശു മരിച്ചത്. ഇനി മറ്റൊന്ന്, ഈ മരണമാണ് ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൻ്റെ മുഴുവൻ ഗതി തിരിച്ചു വിട്ടത്. അപ്പം മഹത്വം എന്താണെന്നറിയണ്ടേ? കിരീടമണിഞ്ഞ് സ്വർഗത്തിലിരിക്കുന്നതല്ല, താണഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ അവൻ കാട്ടിയ വ്യഗ്രതയാണ് അവിടുത്തെ മഹത്വം. ഇപ്പം മനസ്സിലായോ? സംഗതി മനസ്സിലായോ? അതിനാണ് അവനെ സ്തുതിക്കേണ്ടത്. അപ്പോൾ ഒരു ഉപസംഹാരം ഇങ്ങനെ പറയട്ടെ. വലിയ വ്യക്തിത്വം താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ശാന്തചിത്തനായി നമുക്ക് വേണ്ടി മരിക്കാൻ കാട്ടിയ വ്യഗ്രതയ്ക്ക് മുമ്പിലാണ് നമ്മൾ മഹത്വം അർപ്പിക്കുന്നത്. അത് കേട്ട നാൾ മുതൽ ഞാനൊരു കാര്യം ചിന്തിച്ചു. ഈ സ്വർഗത്തിൽ ചെന്നാലും കിരീടമൊന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് താഴ്മ കൊണ്ടല്ല. ഒന്നാമത് എന്നെപ്പോലുള്ളവന് ഈ കിരീടം തന്നാൽ അതൊരു നാണക്കേടാ. എന്തോ ചെയ്തിട്ടാ. ഒരു ക്ലാസ്സിലും പഠിക്കാതെ ഡോക്ടറേറ്റ് എടുക്കുന്നവരില്ലേ? ഇതുപോലെ അത് തല്ലിപ്പൊളി ശാപ്പാളം കളിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ചവന് നാണക്കേടാ നമ്മൾ ഈ ഡോക്ടറെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ സ്വർഗത്തിൽ ഒരു കിരീടം തരുമ്പോൾ എനിക്കൊക്കെ കിരീടം തന്നാൽ ഇത് എനിക്ക് തന്നെയാണോ എന്നോർത്ത് നോക്കും. കാരണം നമ്മളതിനൊക്കെ ആയിട്ട് എന്താ ചെയ്തേ അല്ലേ? പിന്നെയും കർത്താവ് പോട്ടെ, അവനും ഈ കൂടെ വന്നല്ലേ എന്നോർത്ത് വല്ലതും തരുന്നെങ്കിൽ മേടിക്കുക, അല്ലാതെ കൃപയെന്നല്ലാതെ അതിനൊന്നും പറയാനില്ലെന്നേ. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പാട്ടാണ് പാടുന്നത്, എന്നാൽ കൂട്ടുകാരാവില്ല. പക്ഷെ ഒരു കാര്യം, ഈ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പകുതി പാട്ടും പിന്നെ വേണ്ട. ഈ പാട്ടിനൊന്നും അവിടെ അപ്ഡേഷൻ ഇല്ല. എക്സാമ്പിൾ, താവൂതാൻ ഗംഭീരനാദത്തോട് അതവിടെ വേണോ? വേണ്ട. നമ്മളിവിടെയുള്ള ഒരുവിധപ്പെട്ട കാര്യമൊന്നും അവിടെ വേണ്ട. കൃപാവരങ്ങളൊന്നും അവിടെ വേണ്ട. കർത്താവ് വരുവോളം കൃപാവരമുണ്ട്. അല്ല, ഇടയ്ക്ക് വരുന്ന വഴിക്ക് അത് കാണാൻ പോയൊന്നുമില്ല. ചില എങ്ങനെ പറഞ്ഞു, ഒരു വിധത്തിൽ അത് കൊണ്ടുവന്നു, വരുന്ന വഴിക്ക് ഇത് ബൈബിൾ പ്രിൻ്റ് ചെയ്ത് വെച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയെന്ന്. എന്തൊരു പോക്കായിരുന്നു അല്ലേ? നമ്മൾ മറുപടി കൊടുത്ത വിഷയങ്ങളായതുകൊണ്ട് അങ്ങോട്ട് കയറണില്ല. അപ്പം നമ്മളിപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാം നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാ, മകനെ ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിന്നോട് അറിയിക്കട്ടെ, നിൻ്റെ വിചാരമല്ല എൻ്റെ പോടാന്ന് പറയണം സ്വർഗത്തിൽ. കാരണം എന്താ? എടാ, ഇതൊക്കെ ഭൂമി വേണ്ട സാധനമാണ്. പ്രവചനവും കൃപാവരവും ഭാഷാവരവും രോഗശാന്തിയൊക്കെ ഇവിടെ വേണ്ടതാ. ഇവിടെ സ്വർഗത്തിൽ വേണോ? കാരണം പ്രവചനങ്ങളുടെ പൊരുളായവനെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അംശമായത് നീങ്ങി പൂർണ്ണമായതിനെ ഞാനിങ്ങനെ ആസ്വദിക്കല്ലേ. അടുത്ത് പൂർണ്ണത കിട്ടിക്കഴിഞ്ഞില്ലേ? അതാ കാര്യം. അപ്പോൾ പല പാട്ടും അവിടെ വേണ്ട. ഇവിടുത്തെ പൊന്മണി മാല അവൻ എനിക്ക് തരും, അത് അന്ന് വേണ്ടി ഇപ്പോൾ പഠിക്കണം അല്ലേ? എന്ന് ഞാൻ ചേർന്നിടുമോ നല്ല പാട്ടാ, അവിടെ വേണ്ട. ഇവിടുത്തെ പല പ്രമേയവും വേണ്ട, പല ഉള്ളടക്കവും വേണ്ട. പക്ഷെ ഒരു ഉള്ളടക്കം നിർബന്ധമായും വേണം. സ്വർഗത്തിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗീതം, ഒരു പാട്ടിൻ്റെ പ്രമേയം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ?
ആ പ്രമേയത്തിൽ ഏറ്റവും ശ്രേഷ്ഠം തങ്കത്തെരുവീതികളെക്കുറിച്ചോ മറഞ്ഞിരിക്കുന്ന മന്നയെക്കുറിച്ചോ നാം ചൂടാനിരിക്കുന്ന കീടത്തെക്കുറിച്ചോ അല്ല. സ്വർഗീയ ജീവജാലങ്ങളും ഭൂമിയിൽ നടന്ന മഹത്തരമായൊരു സംഭവം ചൂണ്ടിക്കാണിച്ച് അത് പാടി ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടോ. ക്രൂശിനെ ഉയർത്തുകയാണ് സ്വർഗത്തിലും ചെയ്തതെങ്കിൽ ക്രൂശിനെ ഉയർത്തലാണ് ആ മഹത്വം. ലോകാരംഭത്തിനു മുമ്പ് ദൈവപദ്ധതിക്കായി വേർതിരിയപ്പെട്ട ആ ദൈവകുഞ്ഞാടിനെ ഈ രാത്രി ഉയർത്തിക്കൊണ്ട് സകല മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിച്ചു പിരിയണം. ദൈവകൃപ നമ്മുടെ എല്ലാം കൂടെ ഇരിക്കട്ടെ. ആ മഹത്വാർപ്പണം നമുക്ക് രോഗശാന്തിയാകട്ടെ. ആ മഹത്വാർപ്പണം പുത്തൻ വിടുതലാകട്ടെ. നാളുകളായി ചോദിക്കുന്ന 100,000 ചോദ്യങ്ങളുടെ ഉത്തരമാകട്ടെ. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ദർശനങ്ങളെ തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രിയിലെ ദൈവാരാധന ഹേതുവായി തീരട്ടെ. യാന്ത്രികമായ ചിന്തകൾക്കപ്പുറത്ത്, ജഡീകമായ ആലോചനകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവനും വിടുതലുമായി തീരട്ടെ.